सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। शुक्लां भरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सुमुखश्चैकदन्तश्च कपिलो गजकर्णकः लम्बोदरश्च विकटो विघ्नराजो विनायक धूमकेतुर्गणाध्यक्ष फालचन्द्रो गजानन वक्रतुण्डशूर्पकर्णो हेरम्बस्कन्दपूर्वज। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। वन्दे श्रीचिन्मयानन्दं देशिकं ब्रह्मवित्तमं तत्त्वज्ञानोपदेष्टारं काश्युत्तरनिवासिनं शरज्योत्स्नाशुद्धां शशियुतजटाजूडमकुडां वरत्रासत्राण स्फटिकगुडिकापुस्तककरां सकृन्नत्वा कथमिव सदां सन्निधत्ते मधुक्षीरद्राक्षा मधुरिमधुरीणाफणिदयः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतं वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगता अजाढ्यं वाक्पटुत्वं च हनुमत्स्मरणात् भवेत्. സദസ്സിലിരിക്കുന്ന ആദരണീയ സന്യാസിമാർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ശേഷം ആരാധ്യ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരിക്കൽ കൂടി ഈ സത്രവേദിയിൽ ഇരിക്കാനും കുറച്ചു നേരം ഭഗവാന്റേതായിട്ടുള്ള കഥകളെക്കുറിച്ചിട്ട് ഒന്നുറക്കെ ചിന്തിക്കാനും ഒരവസരം കിട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം, അതിനുമുപരി സ്വാമിജിക്ക് എന്നോടുള്ളതായിട്ടുള്ള സ്നേഹം, അതുകൊണ്ട് മാത്രമാണത് സിദ്ധിച്ചിരിക്കുന്നത്. അതിന് നിമിത്തമായിരുന്ന ഇവിടുത്തെ ഭാരവാഹികളോട് എനിക്കുള്ള കൃതജ്ഞതയെ ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. പരശുരാമചരിതമാണ് വിഷയം. കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാർക്കാൻ ഇടമൊരുക്കി തന്ന അവതാരമാണ് പരശുരാമാവതാരം. ഗോകർണം വരെയുള്ളതായിട്ടുള്ള ഭൂപ്രദേശം കടലിൽ മുങ്ങിക്കിടക്കുന്നത് കണ്ടു. എന്നിട്ട് കടലിൽ നിന്നും കേരളമാകുന്നതായിട്ടുള്ള ഈ ഭാഗത്തെ ഉദ്ധരിച്ചു. ഉദ്ധൃത കേരള എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞു തരും. ആ പരശുരാമാവതാരം ഭാഗവതം നവമസ്കന്ധം 15-ാമത്തെ അധ്യായത്തിലാണ് വരുന്നത്. 13-ാമത്തെ ശ്ലോകത്തിൽ ആ അവതാരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. രേണുകായാം ഭാർഗവഋഷേഹേ സുതാ വസുമദാദയഃ യവീയാൻ ജജ്ഞ ഏതേഷാം രാമയിത്യഭിവിശ്രുതഃ. രേണുകായാം, രേണുകയിൽ എന്നർത്ഥം. ഭാർഗവഋഷേഹേ, ഭാർഗവഋഷി ജമദഗ്നി മഹർഷിയാണ്.
അദ്ദേഹം ബ്രഹ്മാവിൻ്റെ 6ാമത്തെ തലമുറക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പത്നി രേണുക. രേണുക പ്രസേനജിത്ത് എന്ന രാജാവിൻ്റെ പുത്രിയാണ്. അവരുടെ പുത്രന്മാരിൽ വസുമാൻ തുടങ്ങിയതായിട്ടുള്ള പുത്രന്മാരിൽ യവീയാൻ ഏറ്റവും ഇളയവനായിട്ട്, 5ാമനായിട്ട് കൃത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാമൻ ജനിച്ചു. അദ്ദേഹം പരശുരാമൻ, ഭാർഗവരാമൻ എന്നീ പേരുകളിൽ വിഖ്യാതനായിട്ട് തീർന്നു. ദൈവികവും മാനുഷികവുമായിരിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങൾ അദ്ദേഹത്തിൽ തികഞ്ഞിരുന്നു. അച്ഛൻ ബ്രാഹ്മണൻ, അമ്മയാകട്ടെ ക്ഷത്രിയ സ്ത്രീ. അതോടുകൂടിയിട്ട് ഈ 2 വർണ്ണങ്ങളുടെയും സാരം രാമനിൽ സമഞ്ജസമായി സമ്മേളിച്ചിരുന്നു. ദത്താത്രേയന്റെ അവതാരമായിട്ടാണ് രാമൻ അറിയപ്പെടുന്നത്. അവതാരത്തിന് പ്രത്യേകിച്ച് 2 ഉദ്ദേശങ്ങളുണ്ട് എന്ന് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ നമുക്ക് പറഞ്ഞിരുന്നു. 36ാമത്തെ ദശകത്തിൽ 2ാമത്തെ ശ്ലോകം. സത്യം കർത്തുമഥാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനദം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഭൂമേ ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷു അവരജ പിത്രോരഥാ സമ്മതം. 2 ഉദ്ദേശങ്ങളാണ് ദത്താത്രേയൻ വീണ്ടും പരശുരാമനായിട്ട് അവതരിക്കാനുള്ളതായിട്ടുള്ള കാരണം. ഒന്നാമത്തത്, അർജുനൻ കാർത്തവീര്യാർജുനനാണ്. ഹേഹേ രാജാവായിരുന്നായിട്ടുള്ള കാർത്തവീര്യാർജുനൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആ വരം സത്യമാക്കുവാൻ വേണ്ടിയിട്ട് ദത്താത്രേയന്റെ പ്രിയ ശിഷ്യനായിരുന്നു ഹേഹേ രാജാവായിരിക്കുന്ന കാർത്തവീര്യാർജുനൻ. അവന് ദത്താത്രേയ മഹർഷി ഐശ്വര്യങ്ങൾ തുടങ്ങിയതായിട്ടുള്ള എല്ലാം തന്നെ അവന് പ്രദാനം ചെയ്തു, വരമായിട്ട് കൊടുത്തു. അവസാനം വേറൊരു വരവും കൂടി കൊടുത്തു. തൻ്റെ കൈകൊണ്ട് തന്നെ മരണം സംഭവിക്കും എന്നുള്ളതായിട്ടുള്ള വരവും കൊടുത്തു. അതാണ് സത്യം കർത്തും അതാർജുനസ്യ ച വരം. അർജുനന് വരം കൊടുത്തിട്ടുണ്ടല്ലോ, എൻ്റെ കൈകൊണ്ട് തന്നെ നിന്റെ മരണം സംഭവിക്കുമെന്ന്. അതിനു വേണ്ടിയിട്ട് പരശുരാമനായിട്ട് അവതരിച്ചു. ഇനി 2ാമത്തെ ഉദ്ദേശം എന്താണ് പറഞ്ഞിരുന്നു? തച്ഛക്തി മാത്രാനദം ബ്രഹ്മദ്വേഷി ഭൂമേർഭരം അഖില നൃപകുലം ഹന്തും. തച്ഛക്തി മാത്രാനദം, കാർത്തവീര്യാർജുനന്റെ ശക്തി അതിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്നവര്, അവര് ബ്രഹ്മദ്വേഷികളായിരുന്നു, ബ്രാഹ്മണ വിദ്വേഷികളായിരുന്നു. ഭൂമേഹവരം, അവര് ഭൂമിക്ക് വെറും ഭാരമായിരുന്നു. അങ്ങനെയിരിക്കുന്ന അഖിലം നൃപകുലം, ആ രാജകുലത്തെ മുഴുവൻ തന്നെ ഹന്തും കൊല്ലുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഭൃഗുവംശത്തില് ജമദഗ്നിക്കും രേണുകയ്ക്കും പുത്രനായിട്ട് അവതരിച്ചു. ബ്രഹ്മദ്വേഷി എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണ വിദ്വേഷി എന്നാണ് അർത്ഥം. ആരാണ് ബ്രാഹ്മണൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ ബ്രാഹ്മണ വിദ്വേഷി ആരാണെന്ന് മനസ്സിലാവുള്ളൂ. ബ്രാഹ്മണൻ ആരാണ്? ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ബ്രഹ്മം വേദം അതീതേ ഇതി ബ്രാഹ്മണ. ബ്രഹ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദം എന്നർത്ഥം. വേദം ആരാണോ അധ്യയനം ചെയ്യുന്നത് അവനാണ് ബ്രാഹ്മണൻ. അധ്യയനം ചെയ്യാതെ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കുക, എന്നും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുമാത്രം മതിയോ? പോരാ. ശങ്കര ഭഗവത്പാദര് സാധനാ പഞ്ചകത്തിൽ പറഞ്ഞു, വേദോ നിത്യമതീയതാം തതുദിതം കർമ്മ സ്വനുഷ്ഠീയതാം. അപ്പൊ വേദം എന്നും അധ്യയനം ചെയ്താൽ മാത്രം പോരാ. എന്ത് വേണം? അതിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളെ നിരന്തരം അനുഷ്ഠിക്കുകയും കൂടിയിട്ട് വേണം. അതാണ് ബ്രഹ്മം വേദം അതീതേ എന്ന് പറയുമ്പോൾ അധ്യയനം ചെയ്യുക മാത്രമല്ല, അതിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും കൂടിയിട്ട് വേണം എന്നർത്ഥം. അങ്ങനെ ആരാണോ ചെയ്യുന്നത് അവനാണ് ബ്രാഹ്മണൻ. ഇപ്രകാരം വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ട് അനുഷ്ഠിക്കുന്നവൻ അവസാനം എന്തായിട്ട് തീരുന്നു? ആ ബ്രഹ്മമായിട്ട് തന്നെ തീരുന്നു, ബ്രഹ്മവിത്തായിട്ട് തീരുന്നു. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്ന് ശാസ്ത്രം പറയും. അതുകൊണ്ട് ബ്രാഹ്മണൻ എന്നുള്ളതിൻ്റെ 2ാമത്തെ നിർവചനം അവിടെ പറഞ്ഞു, ബ്രഹ്മം ശുദ്ധം ചൈതന്യം വേത്തി. ആ ശുദ്ധ ചൈതന്യം, പരബ്രഹ്മ വസ്തുവായിരിക്കുന്ന ആ ഭഗവാനെ
വീറ്റി അറിയുന്നു എന്ന് വെച്ചാൽ അനുഭവിക്കുന്നു എന്നർത്ഥം ഇവിടെ. അപ്പൊ അവരാണ് ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണന്റെ സംരക്ഷണമാണ് ക്ഷാത്രധർമ്മം അല്ലെങ്കിൽ രാജധർമ്മം എന്ന് പറയുന്നത്. ഇവിടെ അവര് ആ ബ്രാഹ്മണനെ സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ വിദ്വേഷിച്ചു, അവരെ ഉപദ്രവിക്കുകയും കൂടിയിട്ട് ചെയ്തു. ഇപ്രകാരം അവരെ ക്ഷത്രിയന്മാരായിട്ടുള്ളവർ സ്വധർമ്മത്തെ വിട്ടു. സ്വധർമ്മത്തെ വിട്ടതോടു കൂടിയിട്ട് അവര് അധർമ്മികളായിട്ട് തീർന്നു. അധർമ്മികളായത് കൊണ്ടാണ് അവര് ഭൂമിക്ക് ഭാരമായിട്ട് തീർന്നത്. ഈ ഭൂമി ഇവിടെ നമ്മളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കണോ, നമ്മളൊക്കെ ഇവിടെ സുഖമായിട്ട് കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കേണ്ടതുണ്ട്. എന്താണ് ധർമ്മം? ഏതെന്നാണോ ഞാൻ എനിക്ക് സുഖമായിട്ട് കരുതുന്നത് അത് മറ്റുള്ളവർക്കും കൊടുക്കണം. അതാണ് ധർമ്മം എന്നുള്ളത്. ധർമ്മം എന്നുള്ളത് വലിയ വാക്കാണ്, അതിന് അഗാധമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മറ്റുള്ളവരിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം. ഉണ്ടോ? ആത്മനി പ്രതികൂലാനി, തനിക്ക് പ്രതികൂലമായിട്ടുള്ളത് പരേഷു മറ്റുള്ളവരിൽ ഒരിക്കലും തന്നെ ആചരേത്, ഒരിക്കലും തന്നെ ആചരിക്കരുത് എന്ന ധർമ്മം പറഞ്ഞു തരണോ? ഇവിടെ ക്ഷത്രിയന്മാരെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണരെ രക്ഷിക്കലാണ് അവരുടേതായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞു. അതേ സമയത്ത് അവര് ബ്രാഹ്മണരെ വിദ്വേഷിച്ചു എന്ന് പറഞ്ഞപ്പോ അവര് അധർമ്മികളായിട്ട് തീർന്നു. അധർമ്മം പ്രവർത്തിക്കും തോറും എന്തുണ്ട്, നമ്മുടെ ഇവിടെ ഈ ഭൂമിയിലുള്ളതായിട്ടുള്ള ആ ജീവിതം ദുസ്സഹമായിട്ട് തീരുന്നു. സൃഷ്ടിയുടേതായിട്ടുള്ള സുസ്ഥിതി നിലനിർത്തപ്പെടുന്നത് ധർമ്മം കൊണ്ടാണ്, ധർമ്മ ആചരണം കൊണ്ടാണ്. ധാരാളം പേര് ഇപ്പോഴും ധർമ്മം ആചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും സുഖമായിട്ട് നമുക്ക് കഴിയാൻ സാധിക്കുന്നത്. പക്ഷെ ദിവസം കൂടുന്തോറും, കലിയുഗത്തിൽ ഓരോ ദിവസം കൂടുന്തോറും അധർമ്മികളുടെ സംഖ്യ വർദ്ധിച്ചു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം അധർമ്മികളുടേതായിട്ടുള്ള സംഖ്യ വർദ്ധിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കൂടുന്തോറും നമ്മുടേതായിട്ടുള്ള ജീവിതം ഇവിടെ കഷ്ടപ്പാട് നിറയുന്നു, ദുസ്സഹമായിട്ട് തീരുന്നു. അങ്ങനെ അല്ലേ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ശരിയാണ് എന്ന് പറയും. എന്താ കാരണം ഇത്രയും ദുസ്സഹമായിട്ട് തീർന്നത്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടേതായിട്ടുള്ള സുസ്ഥിതി അവിടെ നിലനിർത്തപ്പെടുന്നില്ല. കാരണം ആരും തന്നെ ധർമാനുഷ്ഠാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അധർമ്മികളായിട്ടുള്ളതായിട്ടുള്ള ക്ഷത്രിയന്മാര് അവരെ എന്താണ്, ഭൂമിക്ക് ഭാരം തന്നെയാണ്. ഭൂമിയെ നിലനിർത്തുന്നത്, സൃഷ്ടിയെ നിലനിർത്തുന്നത്, ഇവിടെയുള്ളതായിട്ടുള്ള ജീവിതത്തെ സുഗമമായിട്ട് കൊണ്ടുപോകാൻ ആരെല്ലാം സഹായിക്കുന്നുവോ അവരൊക്കെ തന്നെ ഭൂമിക്ക് ഭാരമേയല്ല. നേരെ മറിച്ചിട്ട് ആരെല്ലാം അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നുവോ അവരെല്ലാം തന്നെ ഭൂമിക്ക് ഭാരം തന്നെയാണ്. അതുകൊണ്ടാണ് ഭൂമേഹേ ഭരം എന്ന് പറയാനുള്ളതായിട്ടുള്ള കാരണം. ഇത് തന്നെയാണ് ഭാഗവതത്തില് വീണ്ടും അടുത്ത ശ്ലോകത്തില് അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ആ അവതാരത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത 2 ശ്ലോകങ്ങളിൽ 14, 15 ശ്ലോകങ്ങൾ 15-ാമത്തെ അധ്യായത്തിൽ പറയണു, യമാഹുർ വാസുദേവാംശം ഹൈഹയാനാം കുലന്തകം ത്രിസപ്തകൃത്വോ യ ഇമാം ചക്രേ നിക്ഷത്രിയാം മഹീം ദുഷ്ടം ക്ഷത്രം ഭുവോ ഭാരം അബ്രഹ്മണ്യം അനീനശത് രജസ്തമോ വൃതം മഹൻ ഫൽഗൂന്യപികൃതും ഹസി. യം ആഹു, ആരെ തന്നെയാണോ പറയുന്നത് ആ രാമനെ കുറിച്ചിട്ട് പറയുന്നു. എന്ത്? വാസുദേവാംശം, വാസുദേവന്റെ അംശമായിട്ടാണ് പറയുന്നത്. എന്താ ആ വാസുദേവ അംശത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത? ഹേഹയാനാം കുലന്തകം, ഹേഹയ കുലത്തിലുള്ളതായിട്ടുള്ള രാജാക്കന്മാരുടെ കുലത്തെ മുഴുവൻ തന്നെ ഇല്ലാതാക്കുവാനുള്ള സാമർഥ്യത്തോടു കൂടിയിട്ട് ശക്തിയോട് കൂടിയിരിക്കുന്ന വാസുദേവന്റെ അംശമാണ് രാമൻ എന്ന് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരണു. അദ്ദേഹം ത്രിസപ്തകൃത്വ 7 പ്രാവശ്യം, അതായത് 21 പ്രാവശ്യം ആ ഭൂമിയെ നിക്ഷത്രിയമാക്കിയിട്ട് തീർന്നു, ക്ഷത്രിയ ബീജം ഇല്ലാതാക്കിയിട്ട് തീർത്തു. കാരണം എന്താണ്? അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, അവിടെ ദുഷ്ടം ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നത്, ദുർവിചാരത്തോടു കൂടിയിരിക്കുന്നവര്, ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവര്,
അങ്ങനെയുള്ളതായിട്ട് ക്ഷത്രിയന്മാര് അവര് ഭൂമിക്ക് ഭാരം, ഭുവോഹോ ഭാരം, അവര് ഭൂമിക്ക് ഭാരമാണ്. പറഞ്ഞുവല്ലോ നേരത്തെ, അധർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് സൃഷ്ടിക്ക് എതിരായിട്ടുള്ളതാണ്. അതുകൊണ്ട് അവര് ഭൂമിക്ക് ഭാരമായിരിക്കുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള അബ്രഹ്മണ്യം, ബ്രാഹ്മണ വിദ്വേഷികളായിട്ടുള്ളവര്, ബ്രാഹ്മണ ഭക്തിയില്ലാത്തവര്, അവരെ അനീനശത്, അവരെ നശിപ്പിച്ചു. എന്തേ ക്ഷത്രിയന്മാരായിട്ടുള്ള രാജാക്കന്മാർ ഇപ്രകാരമാവാൻ കാരണം? അതിന് കാരണം പറഞ്ഞു തന്നു. രജസ് തമോവൃതം എന്നാണ് പറഞ്ഞത്. രജോ ഗുണവും തമോ ഗുണവും ആവേശിക്കപ്പെട്ടവര്, അതാണ് രജസ് തമോവൃതം. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു തെറ്റു ചെയ്യുന്നത് അല്ലെങ്കിൽ അധർമ്മം പ്രവർത്തിക്കുന്നത്? സംശയിക്കേണ്ട, നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള തമോ ഗുണവും രജോ ഗുണവും വർദ്ധിക്കുന്നതായിട്ട് സമയത്ത് നമ്മൾ അറിയാതെ തന്നെ തെറ്റുകൾ പ്രവർത്തിച്ചു പോവും. പലപ്പോഴും നമ്മൾ പ്രവർത്തിച്ചതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നു, എന്നിട്ട് പറയണോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. എന്തേ അത് അപ്പ തോന്നാത്തത്? അപ്പോ രജോ ഗുണവും തമോ ഗുണവും നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ വിവേകത്തെ മൂടിക്കളഞ്ഞു. അതോടുകൂടിയിട്ടാണ്, അതാണ് രജസ് തമോവൃതം. അതുകൊണ്ട് ആവേശിക്കപ്പെട്ടിട്ടുള്ളവര്, അങ്ങനെയുള്ളതായിട്ടുള്ള അവരെ മുഴുവൻ തന്നെ അഹന് കൊന്നു. എങ്ങനെ? ഫൽഗുനി അപി കൃതഃ അംഹസി എന്നാ പറഞ്ഞത്. അവര് ചെയ്തിരിക്കുന്നതായിട്ടുള്ള അംഹ പാപം വളരെ വളരെ തുച്ഛമാണെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തു? അവരെ അങ്ങോട്ട് കൊന്നുകളഞ്ഞു. അപ്പൊ രജസ് കൊണ്ടും തമസ് കൊണ്ടും ആവേശിക്കപ്പെട്ടിട്ടുള്ളത്, ദുഷിച്ചിരിക്കുന്നത്, ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തത്, ഭൂമിക്ക് ഭാരമായിട്ടുള്ളത്, അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ക്ഷത്രിയന്മാരെ മുഴുവൻ, ക്ഷത്രിയ കുലത്തെ മുഴുവൻ തന്നെ അദ്ദേഹം നശിപ്പിച്ചു. തുച്ഛമായിരിക്കുന്ന അപരാധം ചെയ്തിരിക്കുമ്പോൾ പോലും അദ്ദേഹം എന്ത് ചെയ്തു? അവരെ കൊന്നുകളഞ്ഞു. അംഹസീകൃതഃ ഫൽഗുനി അപി അഹന്, അവരെ കൊന്നുകളഞ്ഞു. അതാണ് രാമന്റെ അവതാരത്തെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത്. രാമൻ ജനിച്ചതിന് ശേഷം 14 വയസ്സ് തികയുമ്പോഴേക്ക് അദ്ദേഹം അഭ്യസിക്കേണ്ടതായിട്ട് ശാസ്ത്രങ്ങളെല്ലാം തന്നെ അഭ്യസിച്ചു. പിന്നീട് അദ്ദേഹം നേരെ കൈലാസത്തിലേക്ക് പോയിട്ട് ശിവനെ തപസ് ചെയ്തു എന്നാണ്. ശിവനെ പ്രത്യക്ഷപ്പെടുത്തി. ശിവന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് പരശു എന്നുള്ളതായിട്ടുള്ള ആയുധം കിട്ടി. അതിനുശേഷമാണ് രാമൻ പരശുരാമനായിട്ട് തീർന്നത്. ആ പരശുരാമൻ തികച്ചും ഒരു ക്രോധാവതാരമായിരുന്നു എന്നാണ് പറയുന്നത്. ക്രോധമാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം. അവിടെ എന്തിനു വേണ്ടിയിട്ട്? ധർമ്മം തെറ്റി നടക്കുന്നതായിട്ട് ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്രോധാവതാരം. ആക്റ്റീവ് റെസിസ്റ്റൻസ് അഗൻസ്റ്റ് ഈവിൾ എന്ന് പറയും. എന്താണ് ആക്റ്റീവ് റെസിസ്റ്റൻസ് അഗൻസ്റ്റ് ഈവിൾ? അധർമ്മത്തിനെതിരെയുള്ളതായിട്ടുള്ള പോരാട്ടം. എങ്ങനെയുള്ളതായിട്ടുള്ള പോരാട്ടം? ഒരു പ്രതിബദ്ധതയോട് കൂടിയിരിക്കുന്ന പോരാട്ടം, ഉത്സാഹത്തോട് കൂടിയിട്ടുള്ള പോരാട്ടം. അതാണ് ആക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. പൊതുവേ നമ്മൾ അധർമ്മം കാണുന്നതായിട്ട് സമയത്ത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് നമ്മൾ വല്ലാണ്ട് ദുഃഖിക്കും. പക്ഷെ ഇതിനെതിരായിട്ട് ഒന്നും തന്നെ ചെയ്യില്ല, അങ്ങനെ തന്നെ പോവും. പക്ഷേ രാമൻ അങ്ങനെ ആയിരുന്നില്ല. അതിനെതിരായിട്ട് അദ്ദേഹം ഉത്സാഹത്തോടു കൂടിയിട്ട്, പ്രതിബദ്ധതയോട് കൂടിയിട്ട് പ്രവർത്തിച്ചു. ക്ഷത്രിയ ബ്രാഹ്മണ ധർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴേ ക്ഷത്രിയന്മാര് അധർമ്മമാണോ ചെയ്തത് അല്ല ധർമ്മമാണോ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ബ്രാഹ്മണ ക്ഷത്രിയ ധർമ്മങ്ങളെ കുറിച്ചിട്ട് ഭാഗവതം 3ാം സ്കന്ധത്തിലാണ് നമ്മൾ കാണുന്നത്. സ്വായംഭുവമനുവും കർദമ പ്രജാപതിയും തമ്മിലുള്ളതായിട്ടുള്ള സംഭാഷണത്തിലാണ് ക്ഷാത്ര അതുമായി തന്നെ ബ്രാഹ്മണ ധർമ്മങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അറിയുന്നത്. അവിടെ 3ാം സ്കന്ധത്തില് 21-ാമത്തെ അധ്യായം അവിടെയുള്ളതായിട്ടുള്ള 50-ാമത്തെ ശ്ലോകത്തിലാണ് പറഞ്ഞു തരുന്നത്. സ്വായംഭുവമനു തൻ്റെ പുത്രിയായിരിക്കുന്ന ദേവഹൂതിയെ കർദമ പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കർദമ പ്രജാപതിയുടെ ആശ്രമത്തിലെത്തി. ആ ആശ്രമത്തിലെത്തിയിരിക്കുന്നതായിട്ട് സ്വയംഭുവനു ആകുന്നതായിട്ട് രാജാവ് ചക്രവർത്തി അദ്ദേഹത്തെ മുനി സ്വീകരിച്ചിരുത്തി, അദ്ദേഹത്തെ ബഹുമാനിച്ചു. എന്നിട്ട് മുനി പറയുന്നു, നൂനം ചംക്രമണം ദേവ സതാം സംരക്ഷണായതേ വധായ ചാസതാം യത്വം ഹരേഹേ ശക്തിർഹി പാലിനി. നൂനം തീർച്ചയായിട്ടും ദേവ എന്നാണ് അവിടെ രാജാവിനെ വിളിച്ചത്. അല്ലയോ രാജാവേ എന്നല്ല വിളിച്ചത്, ദേവ. അല്ലയോ ദേവ, അങ്ങയുടേതായിട്ട് സംക്രമണം, സഞ്ചാരം എന്നർത്ഥം. രാജാവ് എപ്പോഴും തൻ്റെ രാജ്യത്തിലേക്ക് കൂടിയിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കണോ. ചിലപ്പോൾ ഏകനായിട്ടാവാം, ചിലപ്പോൾ പരിവാരങ്ങളോടൊത്താവാം,
ചിലപ്പോ പ്രച്ഛന്നവേഷനായിട്ടാവാം. എന്തായാലും രാജാവ് തന്റെ രാജ്യത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. പറയണു, തേ സംക്രമണം, അങ്ങയുടേതായിട്ടുള്ള ഈ സഞ്ചാരമുണ്ടല്ലോ, നൂനം തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയിട്ട്? സംരക്ഷണായ, സതാം സംരക്ഷണായ, സത്തുക്കളെയൊക്കെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, സത്കർമ്മങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, സദ്ധർമ്മം അനുഷ്ഠിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. മാത്രവുമല്ല അസതാം വധായ, അസത്തുക്കളെ, അസത്കർമ്മങ്ങൾ ചെയ്യുന്നവര്, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവര്, അവരെ വധിക്കാൻ കൂടിയിട്ടുമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ശ്രീഹരിയുടെ, മഹാവിഷ്ണുവിന്റെ തന്നെ പാലന ശക്തി തന്നെയാണ് അല്ലയോ രാജാവേ അങ്ങ്. അതാണ് അവിടെ പറഞ്ഞത്, ത്വം ഹരേഹേ ശക്തിർഹി പാലിനി. പാലനശക്തി, ആ മഹാവിഷ്ണുവാണല്ലോ നമ്മളെയൊക്കെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പാലന ശക്തിയാണ് ഇവിടെ രാജാവിന്റെ രൂപത്തില്, ചക്രവർത്തിയുടെ രൂപത്തില് ഈ രാജ്യത്തിലെ കൂടിയിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സഞ്ചാരത്തിന്റെ ഇടയിൽ അങ്ങ് സത്തുക്കളെ സംരക്ഷിക്കുന്നു, അതേസമയത്ത് ദുഷ്കൃതന്മാരെ എല്ലാം തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ രാജാവ് ആരാണ്? ആ ഭഗവാന്റേതായിട്ടുള്ള പാലന ശക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ലോകപാലകന്മാരെല്ലാവരും തന്നെ ആ രാജാവിന്റെ ശരീരത്തിലിരിക്കുന്നു എന്നാണ്. യഹ അർക്കഹ ഇന്ദുഹു അഗ്നി ഇന്ദ്ര വായൂനാം യമധർമ്മ പ്രചേതസാം രൂപാണി സ്ഥാന ആദത്സേ തസ്മൈ ശുക്ലായതേ നമഃ എന്നടുത്ത ശ്ലോകം പറയണു. യഹ ആരാണോ? ആ ക്ഷത്രിയനായിരിക്കുന്നതായിട്ടുള്ള രാജാവ്. അർക്കഹ സൂര്യൻ, ഇന്ദു ചന്ദ്രൻ, പിന്നീട് ഇന്ദ്രൻ, പിന്നീട് അഗ്നി, പിന്നെ വായു, യമൻ, ധർമ്മൻ, പ്രചേതസ് അല്ലെങ്കിൽ വരുണൻ, ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ദേവന്മാരുടെ രൂപാണി. ആ രൂപങ്ങളെയെല്ലാം തന്നെ ആധസ്സേ ധരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? സ്ഥാനേ. സ്ഥാനേ എന്ന് വെച്ചാൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ലോകപാലനത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളെയെല്ലാം തന്നെ സതാം സംരക്ഷണായ, നേരത്തെ പറഞ്ഞില്ലേ, അതിനു വേണ്ടിയിട്ട് രാജാവ് ഈ രൂപങ്ങളെയൊക്കെ ധരിക്കുന്നു. തസ്മൈ ശുക്ലായതേ നമഃ. അപ്രകാരം ഇരിക്കുന്ന മഹാവിഷ്ണു സ്വരൂപിയായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞത്. വീണ്ടും ഭാഗവതം 4-ാമത്തെ സ്കന്ധം വരുന്നതായിട്ട് സമയത്ത് രാജാവ് ഇതേമാതിരി സർവദേവമയനാണ് എന്നുള്ളതായിട്ട് ശ്ലോകം വരുന്നുണ്ട്. അത് 14-ാമത്തെ അധ്യായത്തിലാണ്. 4-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായം 26-27 ശ്ലോകങ്ങള്. അവിടെ പറയണു, വിഷ്ണോർവിരിഞ്ചോ ഗിരിശയിന്ദ്രോ ആയുർയമോ രവി പർജന്യോദനത സോമക്ഷിതിരഗ്നിരപാമ്പതി ഏതേച അന്യേച വിഭുത പ്രഭവോ വരശാഭയോ ദേഹേ ഭവന്തി നൃപദേ സർവദേവമയോ നൃപഃ. സർവദേവമയോ നൃപഃ. രാജാവ് സർവദേവമയനാണ്. കാരണം എന്താണ്? നൃപദേഹേ ദേഹേ ഭവന്തി. ആ രാജാവിൻ്റെതായിട്ട് ദേഹത്തിൽ ഭവിക്കുന്നു, അവര് സ്ഥിതി ചെയ്യുന്നു. ആര്? ദേവന്മാര്. ആരൊക്കെ ദേവന്മാര് എണ്ണി പറഞ്ഞു. ആദ്യമായിട്ട് വിഷ്ണു, രണ്ടാമതായിട്ട് വിരിജൻ ബ്രഹ്മാവ്, ഗിരിശൻ ശിവൻ, പിന്നീട് ഇന്ദ്രനാണ്, പിന്നെ വായുദേവനാണ്, പിന്നെ യമദേവനാണ്, പിന്നെ സൂര്യദേവനാണ്, പിന്നെ പർജന്യൻ മേഘ അഭിമാനിയായിരിക്കുന്നതായിട്ടുള്ള ദേവനാണ്. ധനതഃ, അദ്ദേഹം ധനത്തിന്റെ അധിപതിയായിരിക്കുന്ന കുബേരനാണ്. സോമഹ, ചന്ദ്രനാണ്. പിന്നെ ക്ഷിതി, ഭൂമി ദേവിയാണ്. അഗ്നിദേവനാണ്. അപാംപതി, ജലത്തിന്റെ ദേവനായിരിക്കുന്ന വരുണനാണ്. ഏതേച്ച അന്യേ വിഭുതാഹ എന്ന് പറഞ്ഞു. ഇവര് മാത്രമല്ലാട്ടോ, അന്യേച വിഭുതാഹ, മറ്റുള്ളതായിട്ടുള്ള ദേവന്മാരുമുണ്ട്. എന്താ മറ്റുള്ള ദേവന്മാരുടേതായിട്ടുള്ള പ്രത്യേകത പറഞ്ഞു അവിടെ? പ്രഭവോ വരശാപയോഹോ. വരശാപയോഹോ പ്രഭവ. വരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം എന്നർത്ഥം, ശാപം എന്ന് വെച്ചാൽ നിഗ്രഹം എന്നർത്ഥം. അപ്പൊ അനുഗ്രഹ നിഗ്രഹങ്ങൾ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ, അതാണ് പ്രഭവ. അപ്പൊ അനുഗ്രഹിക്കാനും അതേമാതിരി തന്നെ എന്താ നിഗ്രഹിക്കാനും സാമർഥ്യമുള്ളതായിട്ടുള്ള ദേവന്മാര്, അവർ കുറെ പേരുടെ പേര് നമുക്ക് പറഞ്ഞു തരുന്നു. ഇപ്രകാരം ധാരാളം മറ്റുള്ളതായിട്ടുള്ള ദേവന്മാരുണ്ട്. അവരൊക്കെ തന്നെ എവിടെ ഇരിക്കണോ? നൃപതേഹേ ദേഹേ ഭവന്തി. ആ രാജാവിൻ്റെതായിട്ടുള്ള ദേഹത്തിലിരിക്കുന്നു. അതുകൊണ്ട് രാജാവാരാണ്? സർവദേവമയനാണ്. അപ്പൊ രാജാവിനെ പ്രജകൾ കണ്ടിരുന്നത് ഭഗവാൻ തന്നെയായിട്ടാണ്. ഇനി ഇത് തിരിച്ചിട്ട് രാജാവ് പ്രജകളെ എങ്ങനെയാ കണ്ടിരുന്നത്? രാജാവ് പ്രജകളെ കണ്ടിരുന്നതും ഭഗവാന്റെ സ്വരൂപങ്ങളായിട്ട് തന്നെയാണ്. എന്തൊരു മനസ്സിൻ്റെതായിട്ടുള്ള ആ ഒരു വികാസം, ബുദ്ധി വികാസം ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇപ്രകാരം ആവുന്നതായിട്ട് സമയത്ത്
ആർക്കാണ്, ആരോടാണ് ദേഷ്യം തോന്നുക, ആരെയാണ് എതിർക്കാൻ വേണ്ടിയിട്ട് തോന്നുക? കണ്ടില്ലേ? അതാണ് നമ്മുടെ ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, രാജാവ് സകല ദേവതാമയ സ്വരൂപനായതുകൊണ്ട് നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ, തസ്മൈ ശുക്ലായ തേ നമഃ, അതുകൊണ്ട് പരിശുദ്ധനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. നോക്കൂ, ഇവിടെ ബ്രാഹ്മണൻ ക്ഷത്രിയനെ നമസ്കരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. എന്തേ കാരണം? ഒന്നാമതായിട്ട് രണ്ടുപേരും, ബ്രാഹ്മണരും അതേമാതിരി തന്നെ ക്ഷത്രിയന്മാരും അവരവരുടേതായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കുന്നു. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് ബ്രാഹ്മണൻ തൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ അഭ്യാസം, വേദ അധ്യയനം കൊണ്ട്, ആ വൈദികമായിട്ടുള്ള പ്രവൃത്തികളെ കൊണ്ട് ശരീരത്തെ അല്ല കാണുന്നത്, ശരീരിയെയാണ് കാണുന്നത്. ദേഹത്തെയല്ല കാണുന്നത്, ദേഹിയെയാണ് കാണുന്നത്. ഉപാധികളെയല്ല കാണുന്നത്, ഉപാധിസ്ഥനെയാണ് കാണുന്നത്. ആരാണ് ഉപാധിസ്ഥൻ, ആരാണ് ദേഹി, ആരാണ് ശരീരി? ഭഗവാൻ തന്നെ പറഞ്ഞു തരും, ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. കണ്ടു, ജീവനായിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു തരുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോ എന്താ അർത്ഥം? അവിടെ ഉപാധിസ്ഥനെ കാണുമ്പോൾ ഭഗവാനെയാണ് കാണുന്നത്, ശരീരമാകുന്ന ഉപാധിയെയല്ല കാണുന്നത്. ഉപാധിസ്ഥനായിരിക്കുന്ന ശരീരിയായിരിക്കുന്ന ഭഗവാനെയാണ് കാണുന്നത്. ശരീരമാകുന്ന ഉപാധിയും, രണ്ട് ഉപാധികളും എടുക്കണം, സ്ഥൂല ഉപാധിയും എടുക്കണം, സൂക്ഷ്മ ഉപാധിയും എടുക്കണം. രണ്ട് ഉപാധികളിലും അകത്തിരിക്കുന്നതായിട്ട് ഉപാധിസ്ഥനായിരിക്കുന്ന ചൈതന്യ സ്വരൂപിയായിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ. നോക്കൂ, ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരണോ, ശരീരം എന്നുള്ളത് ഇല്ലാത്തതും ഉണ്ടെന്ന് തോന്നുന്നതുമാണ്, പ്രതീതിയാണ് ശരീരം എന്നുള്ളത്. എപ്രകാരം നമ്മൾ കയറിൽ പാമ്പിനെ കണ്ടുവോ അതേപോലെ പാമ്പ് അവിടെ വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല, പക്ഷെ നമ്മൾ കണ്ടു, അവിടെ അനുഭവത്തിലുണ്ട്. അതേമാതിരി വ്യവഹാരത്തിന് ഈ ശരീരമുണ്ട്, വാസ്തവത്തിൽ ശരീരമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. കാരണം ഇന്നലെ ഉണ്ടായിരുന്നില്ല, നാളെ ഉണ്ടാവുകയുമില്ല. നശ്വരമായിട്ടുള്ള വസ്തുവാണ്. നശ്വരമായിട്ടുള്ള വസ്തുവിന് നിലനിൽപ്പില്ല. നേരെ മറിച്ചിട്ടോ അതിന് ആധാരമായിരിക്കുന്ന, അടിസ്ഥാനമായിരിക്കുന്നതായിട്ടുള്ള ചൈതന്യമാണ് എന്നുമുള്ളത്. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം, അതാണ് പരമാത്മാ, അതാണ് ഭഗവാൻ, അതാണ് പരബ്രഹ്മം എന്ന പല പേരിൽ കൂടി ഇട്ടറിയപ്പെടുന്നത്. അപ്പൊ ശരീരം തന്നെ പ്രതീതിയാണെന്നുണ്ടെങ്കിൽ ആ ശരീരത്തിലുള്ളതായിട്ടുള്ള വിക്ഷേപങ്ങളെ കൊണ്ടാണ് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. എന്താണ്? ഇല്ലാത്തതായിട്ടുള്ള ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള വിക്ഷേപങ്ങളാണ്. ശരീരമേ ഇല്ല എന്നുണ്ടെങ്കിൽ വിക്ഷേപങ്ങളും ഇല്ലാത്തതാണ്. അപ്പൊ വാസ്തവത്തിലുള്ളത് എന്താണ്? ഈ മിഥ്യയാകുന്നതായിട്ടുള്ള ശരീരത്തിനും അതുകൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള എല്ലാ വിക്ഷേപങ്ങൾക്കും കാരണമായിരിക്കുന്ന അടിസ്ഥാനം, അടിത്തറ, അതാണ് ഭഗവാൻ പരമാത്മാ. ഉണ്ടോ? അതിനെയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭാഗവതം എന്ത് പറഞ്ഞു? സ്വരാടെന്നും അർത്ഥേഷു അഭിജ്ഞ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമ്മളും വാസ്തവത്തിൽ എന്താ വേണ്ടത്? ഉപാധികളെ അല്ല കാണേണ്ടത്, ഉപാധിസ്ഥനായിരിക്കുന്ന ചൈതന്യ സ്വരൂപിയാണ് കാണേണ്ടത്. ഇപ്രകാരം മറ്റുള്ള ജീവജാലങ്ങളിലുള്ളതായിരിക്കുന്ന ആ ചൈതന്യ വസ്തുവായിരിക്കുന്ന ഭഗവാനെ കാണുന്നതായിട്ട് സമയത്ത് ആർക്കും ആരെയും തൊഴാം, ആർക്കും ആരെയും ബഹുമാനിക്കാം, ആർക്കും ആരോടും വിദ്വേഷം ഉണ്ടാവുകയുമില്ല. കണ്ടോ? ഇവിടെ അതാണ് ബ്രാഹ്മണനായിരിക്കുന്ന കർദമ പ്രജാപതി ക്ഷത്രിയനായിരിക്കുന്നതായിട്ടുള്ള രാജാവിനെ നമസ്കരിച്ചു, ബഹുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാസ്തവത്തില് ഇന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ആ സവർണ മനോഭാവം, അവർണ മനോഭാവം, ഉത്കൃഷ്ട മനോഭാവം, നികൃഷ്ട മനോഭാവം എന്നൊന്നും നമ്മുടെ ശാസ്ത്രം ഒരിക്കലും പറഞ്ഞു തരുന്നില്ല. എല്ലാവരും സമന്മാരാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ചൈതന്യമാണല്ലോ എല്ലാവരും അവരവരായിരിക്കുന്നത്. രണ്ടാമത് ഈ പാഞ്ചഭൗതികമായിട്ടുള്ള ശരീരം എല്ലാവരുടെ ശരീരത്തിലുമുണ്ട്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി തുടങ്ങിയതായിട്ടുള്ള പഞ്ചഭൂതങ്ങള് എല്ലാ ശരീരങ്ങളിലുമുണ്ട്. അകത്തിരിക്കുന്നതായിട്ട് ചൈതന്യമാകട്ടെ ഒരു ചൈതന്യമാണ്. പിന്നെ എന്താ നമ്മൾ തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം? അതൊക്കെ പിന്നീട് കാലപ്പഴക്കം കൊണ്ട് ഭൂയസാ കാലേന എന്ന് ഭഗവാൻ പറയും. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള കാലം കൊണ്ട് പല പല തെറ്റിദ്ധാരണകൾ വന്നതിൻ്റെ ശേഷമാണ് സവർണ, അവർണ തുടങ്ങിയതായിട്ടുള്ള മനോഭാവങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. കർദമ പ്രജാപതി അവിടെ നമുക്കിതാണ് കാണിച്ചു തരുന്നത്. തുടർന്ന്
മുനി പറയുന്നു അദ്ദേഹത്തോട്, രാജാവേ, ഇപ്രകാരം അങ്ങയുടേതായിട്ട് രാജ്യത്തിൽ കൂടിയിട്ട് സഞ്ചരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭഗവാനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്ന ധർമ്മത്തിൻ്റെതായിട്ടുള്ള അതിരുകളെല്ലാം തന്നെ ശത്രുക്കൾ ഭേദിച്ചു കളയും എന്നാണ് പറഞ്ഞത്. അപ്പൊ രാജാവിൻ്റെതായിട്ടുള്ള ആ സഞ്ചാരം എന്തിനു വേണ്ടിയിട്ട്? ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്, രാജ്യപരിപാലനം, അതായത് ജഗത് പരിപാലനം. ഈ ജഗത് പരിപാലനം നടത്തുന്നത് മഹാവിഷ്ണുവാണ് എന്ന് പറയണു. ആ മഹാവിഷ്ണു ജഗത് പരിപാലനം നടത്തുന്നത് രാജാവിൽ കൂടിയിട്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇപ്രകാരമുള്ളതായിട്ടുള്ള സ്തുതി ആര് കേട്ടു? ക്ഷത്രിയനായിരിക്കുന്നതായിട്ടുള്ള രാജാവ് കേട്ടു. ആ രാജാവ്, ഈ ക്ഷത്രിയനായിരിക്കുന്ന രാജാവ് ഇത് കേട്ടതോടുകൂടിയിട്ട് അദ്ദേഹം എന്തൊന്ന് പൊങ്ങിയോ? അദ്ദേഹത്തിന് വല്ല ഗർവവും തോന്നിയോ? തോന്നിയില്ല എന്ന് മനുവിൻ്റെതായിട്ടുള്ള മറുപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പറയണു, ബ്രഹ്മാസൃജസ്വമുഖതോ യുഷ്മാൻ ആത്മപരീക്ഷയാ ഛന്ദോമയ തപോ വിദ്യ യോഗയുക്താനലംബടാൻ എന്നാണ് പറഞ്ഞത്. ആ ബ്രഹ്മാവ് അസൃജത് സൃഷ്ടിച്ചു. എവിടുന്ന്? സ്വമുഖത, തന്റെ മുഖത്ത് നിന്നും സൃഷ്ടിച്ചു. ആരെ? യുഷ്മാൻ നിങ്ങളെ ബ്രാഹ്മണരെ സൃഷ്ടിച്ചു. എന്താ ബ്രാഹ്മണരുടെ പ്രത്യേകത? തപോ വിദ്യാ യോഗയുക്താൻ അലംബടാൻ. തപസ്, അതുമായി തന്നെ വിദ്യ, അറിവ്, ജ്ഞാനം. പിന്നീട് യോഗം എന്താണ്? മനസ്സിന്റെ അന്ധക്കരണത്തിൻ്റെതായിട്ട് സമഭാവം. ഇതെല്ലാം തന്നെ ചേർന്നിരിക്കുന്നവര്. മാത്രമല്ല അലംബടാൻ. ഇതൊക്കെ അവർക്ക് എങ്ങനെ സാധിച്ചു? അവര് അലംബടന്മാരാണ്. അലംബടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? വിഷയങ്ങളോട് യാതൊരു വിധത്തിലുള്ള ആസക്തിയും ഇല്ലാത്തവര്. അപ്പൊ വിഷയാസക്തി ഇല്ലാത്തവര്, പിന്നെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, അതുകൊണ്ട് ജ്ഞാനം നേടിയിട്ടിരിക്കുന്നവര്, അതുകൊണ്ട് തന്നെ യോഗാരൂഢന്മാരായിട്ടുള്ളവര്, അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള യുഷ്മാൻ നിങ്ങളെ, ബ്രാഹ്മണരായിരിക്കുന്ന നിങ്ങളെ ബ്രഹ്മാവ് തന്റെ സ്വമുഖത, തന്റെ മുഖത്ത് നിന്നും എന്ത് ചെയ്തു? സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. കണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മപരീക്ഷയാച്ച വാക്കിന്റെ അർത്ഥം എന്താണ്? തന്നെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നാണ് അർത്ഥം. അപ്പൊ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ബ്രഹ്മാവ് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണരെ സൃഷ്ടിച്ചു. അതെങ്ങനെയാ ശരിയാവുക? അവിടെയാണ് ബ്രഹ്മദേവന് ഒരു വിശേഷണം കൊടുത്തു ആ ശ്ലോകത്തില്. എന്താണ്? ഛന്ദോമയൻ എന്ന് വെച്ചാൽ വേദസ്വരൂപൻ എന്നാണ് അർത്ഥം. അപ്പൊ വേദസ്വരൂപനായ തന്നെ രക്ഷിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദങ്ങളെ സംരക്ഷിക്കാൻ എന്നർത്ഥം എടുക്കണം. അവിടെ വേദങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ വേദങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണരായിരിക്കുന്ന നിങ്ങളെ തപസ്, അതുമായി തന്നെ ജ്ഞാനം, അതുമായി തന്നെ യോഗം, ഇതോടുകൂടി ചേർന്നിട്ടുള്ളവരും വിഷയാസക്തി ഇല്ലാത്തവരുമായിരിക്കുന്ന നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് ഛന്ദോമയ. അപ്പോ എന്താണ് ഇവിടെ പറഞ്ഞത്? ധർമ്മ സംരക്ഷണം, അതിനാണ് പ്രാധാന്യം. ധർമ്മം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? ധർമ്മം ആചരിക്കുന്നതിൽ കൂടിയിട്ടാണ് സംരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു മഹാത്മാവ് പറഞ്ഞിരിക്കുന്നു, ഈ ധർമ്മ ആചരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നാട്ടിൻപുറത്ത് വയലിലുള്ളതായിട്ടുള്ള വരമ്പിന്റെ മുകളിൽ കൂടിയുള്ളതായിട്ടുള്ള ഒറ്റയടിപ്പാത പോലെയാണ് എന്ന് പറഞ്ഞു. വരമ്പിന്റെ മുകളിലുള്ളതായിട്ടുള്ള ഒറ്റയടി പാതയുണ്ടല്ലോ, അത് എത്ര കാലമാണ് നിലനിൽക്കുക? അതിൽ കൂടിയായിട്ട് ആളുകൾ സഞ്ചരിക്കുന്നത് വരെയുള്ളൂ. കുറച്ച് ദിവസം അതിൽ കൂടി ആരും സഞ്ചരിച്ചില്ല എന്നുണ്ടെങ്കിൽ മുൾച്ചെടികളും മറ്റുള്ളതായിട്ടുള്ള മറ്റു ചെടികളൊക്കെ വളർന്നിട്ട് പിന്നെ ആ പാത കാണാതായിട്ട് പോവും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്തുണ്ട്? ശരിക്ക് ഈ ധർമ്മം അനുഷ്ഠിക്കേണ്ടതാണ്, ആചരിക്കേണ്ടതാണ്. വാസ്തവത്തിൽ ഇതിനെയാണ് സാംസ്കാരികമായിട്ടുള്ള പൈതൃകമായിട്ട് നമ്മുടെ ശാസ്ത്രം പറഞ്ഞു തരുന്നത്. നമുക്കൊക്കെ പ്രത്യേകിച്ച് ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 2 പൈതൃകമുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ജൈവികമായിട്ടുള്ള പൈതൃകമാണ്. അതാണ് ജീനുകളിൽ കൂടിയിട്ട്, ക്രോമസോമുകളിൽ കൂടിയിട്ട് നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള പൈതൃകം. അത് മറ്റുള്ളതായിട്ടുള്ള ജീവജാലങ്ങൾക്കുമുണ്ട്. നേരെ മറിച്ചിട്ട് മനുഷ്യന് മാത്രം അവകാശപ്പെടാനുള്ളതായിട്ട് 2ാമത്തെ പൈതൃകമുണ്ട്. അതാണ് സാംസ്കാരികമായിട്ടുള്ള പൈതൃകം. അത് ധർമ്മ അനുഷ്ഠാനം കൊണ്ടാണ് നമ്മുടെ സംസ്കാരം ഉണ്ടാവുന്നത്. ആ കൾച്ചർ, സിവിലൈസേഷൻ എന്നൊക്കെ പറയണു, അത് നിലനിർത്തപ്പെടുന്നത് ആചരണത്തിൽ കൂടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പല കാര്യങ്ങളും അത് അന്ധമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ തള്ളിക്കളയുന്നു, അതിനെ നമ്മൾ അനുഷ്ഠിക്കുന്നില്ല. നമ്മുടെ പൂർവീകന്മാരും അതുമാതിരി അതിനെ അനുഷ്ഠിച്ചില്ല. ആ അനുഷ്ഠാനം അങ്ങനെ നിന്നുപോയി. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്താണ് അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നത്, എന്തിനാണ് അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ളതായിട്ടുള്ള കാര്യം ഇപ്പൊ പലതും നമുക്കറിയുന്നില്ല.
ഓർത്തു നോക്കേണ്ടതാണ്. അതോടുകൂടിയിട്ട് ആ ധർമ്മത്തിൻ്റെതായിട്ടുള്ള പരമ്പര നോക്കൂ, അതങ്ങോട്ട് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. വാസ്തവത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നതായിട്ട് സാംസ്കാരികമായിട്ടുള്ള പൈതൃകത്തെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. നമുക്കൊന്നും കിട്ടിയില്ല, നമുക്കൊന്നും കൊടുക്കാനുമില്ല എന്നായിരിക്കണം. പൈതൃകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അനാഥരായിട്ട് തീരും. എങ്ങനെയാണോ വേണ്ടത് അല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ധർമാചരണത്തിൻ്റെതായിട്ടുള്ള പ്രാധാന്യം അവിടെ പറയുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ, ധർമാനുഷ്ഠാനമാണ് ഈ ലോകത്തിലുള്ളതായിട്ടുള്ള സുസ്ഥിതിയെ നിലനിർത്തുന്നത്. ധർമാനുഷ്ഠാനമാണ് എന്നുള്ളത് പറഞ്ഞു. അതിന് ഭഞ്ജിക്കരുത് നമ്മൾ ഒരിക്കലും. തീർച്ചയായിട്ടും നമ്മൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ആ ബ്രാഹ്മണന്റെ അനുഷ്ഠാനങ്ങളാണ് ഇവിടെ പറഞ്ഞത്. തപസ്സായിട്ടും അതുമായിട്ട് ജ്ഞാനമായിട്ടും അതേമായിട്ട് യോഗമായിട്ടും വിഷയാസക്തി ഇല്ലായ്മയായിട്ടൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ആ മുനി അവിടെ എന്താണ്, സ്വയംഭുവ മനു അദ്ദേഹം പറഞ്ഞു വീണ്ടും, തത്രാണായ അസൃജാസ്മാൻ ദോ സഹസ്രാത് സഹസ്രപാത് ഹൃദയം തസ്യ ഹി ബ്രഹ്മ ക്ഷത്രമംഗം പ്രജക്ഷതേ. തത് ത്രാണായ, ആ ബ്രാഹ്മണരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ത്രാണായ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അസ്മാൻ ഞങ്ങളെ സൃഷ്ടിച്ചു, ക്ഷത്രിയന്മാരായിരിക്കുന്ന നമ്മളെ സൃഷ്ടിച്ചു. ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അനേകം കൈകളിൽ നിന്ന്. അതുകൊണ്ട് ബ്രാഹ്മണനെ ആ ഭഗവാന്റെ ഹൃദയമായിട്ട് പറയുന്നു, ക്ഷത്രിയനെ ആ ഭഗവാന്റെ അംഗം ശരീരമായിട്ട് പറയണു. അതോ ഹ്യന്യോന്യം ആത്മാനം ബ്രഹ്മക്ഷത്രം ച രക്ഷത രക്ഷതി സ്മാവ്യയോ ദേവ സയ സദ ആസാദാത്മക. അതുകൊണ്ട് തന്നെ എന്ത് വേണം, ഈ രണ്ട് വർണ്ണങ്ങളും ബ്രാഹ്മണനും അതേമാതിരി തന്നെ ക്ഷത്രിയനും സ്വയം തങ്ങളെയും പിന്നെ തമ്മിലും എന്താണ് രക്ഷിച്ചുകൊണ്ടേയിരിക്കണം. വീണ്ടും നേരത്തെ പറഞ്ഞ മാതിരി സർവാത്മക സ്വരൂപനായിരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ഇപ്രകാരം ബ്രാഹ്മണരിൽ കൂടിയിട്ടും ക്ഷത്രിയന്മാരിൽ കൂടിയിട്ടും ഈ ലോകത്തില് ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളതായിട്ടുള്ള വർണ്ണങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങളൊക്കെ അവരനുഷ്ഠിക്കുമ്പോൾ എന്തുണ്ട്, ധർമാചരണം പൂർണ്ണമാവുന്നു. ആ ധർമാചരണം പൂർണ്ണമാവുന്നതായിട്ടുള്ള കാലത്തെക്കുറിച്ചിട്ടാണ് ആദ്യത്തെ യുഗം കൃതയുഗമായിട്ട് പറയണത്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും സന്തോഷത്തോടു കൂടിയിട്ട് സംതൃപ്തിയോടു കൂടിയിട്ട് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ബ്രാഹ്മണൻ ഇപ്രകാരം തൻ്റെ ജീവിതചര്യ കൊണ്ട് വേദ അധ്യയനം കൊണ്ടൊക്കെ ആ ഭഗവാന്റേതായിട്ടുള്ള ഏറ്റവും അടുത്തിരിക്കുന്നു ബ്രാഹ്മണവർണ്ണം. ആ ബ്രാഹ്മണൻ ചെയ്യുന്നതായിട്ടുള്ള ഉപാസന എന്തിനു വേണ്ടിയിട്ട്, ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നേടിയെടുക്കുന്നതായിട്ട് അനുഗ്രഹം സ്വാർത്ഥമായിട്ട് തനിക്ക് മാത്രമുള്ളതല്ല, നേരെ വെച്ചിട്ട് മറ്റുള്ള വർണ്ണങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പോരാ, മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പങ്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബ്രാഹ്മണൻ ഭഗവാനെ ഉപാസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും സുഖമായിരിക്കട്ടെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ആ ഒരു ഭാവത്തോടു കൂടിയിട്ടാണ് സൃഷ്ടിയുള്ളതായിട്ട് സകല ചരാചരങ്ങളെയും ആ ഭഗവത് പ്രസാദം കൊണ്ട് ഭഗവത് അനുഗ്രഹം കൊണ്ട് രക്ഷിക്കാനായിട്ടാണ് ബ്രാഹ്മണര് അവരുടേതായിട്ടുള്ള ധർമ്മം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം നിസ്വാർത്ഥമായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണനെ രക്ഷിക്കലാണ് ക്ഷാത്രധർമ്മം എന്ന് പറയുന്നത്. ക്ഷാത്രധർമ്മം അനുസരിച്ചിട്ട് രാജാവ് ശത്രുക്കളെ എതിർത്ത് തോൽപ്പിക്കണം, അവരെ നിർമ്മാർജ്ജനം ചെയ്യണം. മാത്രമല്ല ബ്രാഹ്മണരെ സ്വജീവൻ പണയപ്പെടുത്തിയിട്ട് പോലും രക്ഷിക്കണം എന്നാണ് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. രാജാക്കന്മാർ ഇവിടെ അവരവരുടേതായിട്ടുള്ള ധർമ്മം മറന്നു. അതുകൊണ്ടാണ് അവര് ദുഷ്ടം ക്ഷത്രം ഭുവം, അതുമായി തന്നെ ഭുവോഹോ ഭാരം എന്നുള്ളതായിട്ടുള്ള വിശേഷണങ്ങളൊക്കെ തന്നെ നമ്മളവിടെ കണ്ടത്. അവര് ബ്രാഹ്മണ വിദ്വേഷികളായി മാറി എന്ന് മാത്രമല്ല, സ്വാർത്ഥത്തിനായിട്ട് അവരുടേതായിട്ട് സ്വത്തുക്കളും സമ്പത്തും എല്ലാം തന്നെ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ സമൂഹത്തിലേതായിട്ടുള്ള ധർമ്മനിഷ്ഠയും അതനുസരിച്ചിട്ട് താഴോട്ട് പതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്രകാരം ഇരിക്കുമ്പോൾ സമാധാനം കാക്ഷിക്കുന്നതായിട്ടുള്ള ജനങ്ങള് മുറവിളി കൂട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും. രാജാവിൻ്റെതായിട്ടുള്ള സ്വാർത്ഥവും ഏകാധിപത്യപരവുമായിരിക്കുന്ന പ്രവണതകളെക്കുറിച്ച് അവർ വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. നിവൃത്തിയില്ല, അതുകൊണ്ട് അവർ സഹിച്ചുകൊണ്ടിരിക്കണോ, അവർ വിലപിച്ചുകൊണ്ടിരിക്കണോ. അങ്ങനെ ഇരിക്കുന്നതായിട്ട് സമയത്ത് രാമനെപ്പോലെ പരശുരാമനെപ്പോലെ ബ്രാഹ്മണ ധർമ്മവും ക്ഷാത്രധർമ്മവും ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാജാക്കന്മാരെ എതിർക്കാതിരിക്കാനേ വയ്യ.
അതുകൊണ്ടാണ് പരശുരാമൻ അവിടെ ആ രാജാക്കന്മാരെ എതിർത്തത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ കഥയിൽ കൂടിയിട്ട് കാണുന്നത്. കാർത്തവീര്യാർജുനന്റെ കഥയിൽ കൂടിയിട്ട് കാണുന്നതാണ്. കാർത്തവീര്യാർജുനൻ ഒരിക്കല് ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തി. സ ഏകദാതു മൃഗയാം വിചരൻ ഗഹനേവനെ എതിർച്ഛയാ ആശ്രമപദം ജമദഗ്നേഹേ ഉപാവിശത്. ഭാഗവതം പറഞ്ഞിരുന്നു നവമസ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തില്. ഒരിക്കല് കാർത്തവീര്യാർജുനൻ നായാട്ടിനായിട്ട് ആ ഗഹനമായിരിക്കുന്ന കാട്ടില്, കൊടും കാട്ടില് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജമദഗ്നിയുടേതായിട്ടുള്ള ആശ്രമത്തിൽ അവിടെ എത്തിച്ചേർന്നു. ജമദഗ്നി ഋഷി എന്ത് ചെയ്തു? രാജാവിനും പരിവാരങ്ങൾക്കും അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വിഭവസമൃദ്ധമായിരിക്കുന്ന സദ്യ തന്നെ ഒരുക്കി കൊടുത്തു എന്നാണ്. അപ്പോഴാണ് കാർത്തവീര്യാർജുനൻ ചോദിച്ചത്, ഇത് ഇവിടെ നിന്ന് അങ്ങേക്ക് സാധിച്ചത്? അത് എനിക്ക് കാമധേനു ഉണ്ടല്ലോ, അവളുടേതായിട്ടുള്ള മാഹാത്മ്യമാണത്, അവളുടെ വൈഭവമാണത് എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് ആ കാമധേനുവിനെ തൻ്റേതാക്കിയിട്ട് തീർക്കണം എന്ന് തോന്നി. അവിടെ എന്തോ ശ്രേഷ്ഠമായതെന്തും തൻ്റേതായിരിക്കണം എന്നുള്ളതായിട്ടുള്ള ഗർവം അവിടെ രാജാവിനുണ്ടായി. അതോടുകൂടിയിട്ട് ക്ഷത്രിയനായിരിക്കുന്ന രാജാവ്, ക്ഷത്രിയന്മാരായിരിക്കുന്നവര് ആ ബ്രാഹ്മണരോട് എപ്രകാരം പ്രവർത്തിക്കണം, എപ്രകാരം പെരുമാറണം എന്ന് പൃഥു ചക്രവർത്തി 4ാം സ്കന്ധത്തിൽ പറഞ്ഞു തരുന്നു. ആ കാര്യം അങ്ങോട്ട് മറന്നുപോയി എന്നാണ്. എന്താണ് പൃഥു ചക്രവർത്തി പറഞ്ഞു കൊടുത്തത് ആ ക്ഷത്രിയന്മാർക്ക്? മാ ജാതു തേജ പ്രഭവേത് മഹർദിഭിഹി തിദിക്ഷയാ പ്രവസാ വിദ്യയാജ ദേദീപ്യമാനേജിത ദേവതാനാം കുലേ സ്വയം രാജകുലാദ്വിജാനാം. ദ്വിജന്മാരെ ബ്രാഹ്മണര്, ദ്വിജാനാം ബ്രാഹ്മണരുടെ നേരെ എന്നുള്ളതായിട്ടുള്ള അർത്ഥം. ആരാണ് ബ്രാഹ്മണര്? പറയണു അവിടെ തിദിക്ഷയാ തപസാ വിദ്യയാച ദേദീപ്യമാന. ഏറ്റവും അധികം ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, തേജസ് കൊണ്ട് ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്താ അവരുടെ തേജസ്സിന് കാരണം? ഒന്നാമതായിട്ട് തിദിക്ഷ. തിദിക്ഷ എന്നത് സഹനശക്തി എന്നർത്ഥം. എന്ത് തന്നെ അപരാധം മറ്റുള്ളവർ ചെയ്താലും അത് സഹിക്കാനുള്ളതായിട്ടുള്ള മനോഭാവം, തിദിക്ഷ, സഹനശീലം. രണ്ടാമത് അവർ ചെയ്യുന്നതായിട്ടുള്ള തപസ്. മൂന്നാമതായിട്ട് അവർ നേടിയെടുത്തതായിട്ടുള്ള അറിവ്, ജ്ഞാനം, അതാണ് വിദ്യ. ഇതുകൊണ്ടെല്ലാം തന്നെ ഉജ്ജ്വലിക്കുന്നവർ, ആ തേജസ് കൊണ്ട് ഉജ്ജ്വലിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണർ, അവര് അജിതദേവനാം. അവര് ഭഗവാനെ തന്നെ തങ്ങളുടെ ദേവതയായിട്ട് ഭഗവാനെ മാത്രം അവര് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. നേരെ മറിച്ചിട്ടോ ക്ഷത്രിയന്മാരായിട്ടുള്ള രാജാക്കന്മാര്, അവർക്കും തേജസ്സുണ്ട്, ക്ഷാത്ര തേജസ്സുണ്ട്. ആ ക്ഷാത്ര തേജസ് എന്തുകൊണ്ട്? മഹർദിഭിഹി തേജഹ എന്നാ പറഞ്ഞത്. രാജകുലാത് മഹർദിഭിഹി തേജഹ. ഞങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളുമുണ്ട്, എല്ലാം ഞങ്ങളുടെ അടുത്തുണ്ടല്ലോ എന്നുള്ളതായിട്ടുള്ള ആ ഗർവം, ആ അഭിമാനം, അതാണ് ക്ഷാത്ര തേജസ്. ഈ ക്ഷാത്ര തേജസ് ഒരിക്കലും തന്നെ ബ്രാഹ്മണരുടെ നേരെ പ്രയോഗിക്കരുത് എന്നാണ്. മാ ജാതു, ഒരിക്കലും തന്നെ പ്രയോഗിക്കരുത് എന്നാണ് പറഞ്ഞത്. അതായത് ബ്രാഹ്മണനെതിരായിട്ട് ക്ഷത്രിയനാവുന്നതായിട്ട് രാജാവ് ഒരിക്കലും തന്റെ ശക്തിയെ പ്രയോഗിക്കരുത്. അദ്ദേഹത്തിന് ശക്തി എന്തില്ല എന്ന് പറഞ്ഞില്ല. ആ ശക്തി ഒരിക്കലും തന്നെ ബ്രാഹ്മണന്, കാരണം ബ്രാഹ്മണന്റെ തേജസ് തപസ് കൊണ്ടുണ്ടാവുന്നതാണ്, വിദ്യ കൊണ്ടുണ്ടാവുന്നതാണ്, സഹനശക്തി കൊണ്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ പാടില്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷേ രാജാവ്, ആ കാർത്തവീര്യാർജുനൻ ഈ കാര്യങ്ങൾ മറന്നുപോയി. അതുകൊണ്ട് തന്നെ എന്താണ്, ബലാത്കാരമായിട്ട് കാമദേവിനെ കൊണ്ടുപോയി കളഞ്ഞു. അവിടെ രാമൻ അത് മനസ്സിലാക്കിയതായിട്ട് സമയത്ത് ഹേ രാജ്യത്തിലേക്ക് പോയി. കാമധേനുവിൻ തിരിച്ചു ചോദിച്ചു, കൊടുത്തില്ല. അവസാനം യുദ്ധമല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ കാർത്തവീര്യാർജുനനെ കൊന്നു. കാർത്തവീര്യാർജുനെ കൊന്നിട്ട് ആ കാമധേനുവിനെ തിരിച്ചു തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. നോക്കൂ, രാജാവിനെ കൊന്നു കാമധേനുവിനെ തിരിച്ചു കൊണ്ടുവന്നത് ജമദഗ്നി മഹർഷിക്ക് അത്ര ഇഷ്ടായില്ല. അദ്ദേഹം പറയണ നോക്കൂ, രാമ മഹാബാഹോ ഭവാൻ പാപമകാരഷീത് അവധീത് നരദേവം യത് സർവദേവമയം വൃഥ. എന്തോ രാമ, നീ ചെയ്തത് നന്നായില്ല. എന്തോ ഭവാൻ പാപമകാരഷീത്, അങ്ങ് പാപമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്താ പാപം ചെയ്തത്? അവധീത് നരദേവം. എന്തോ നരദേവൻ രാജാവാണ്, രാജാവിനെ കൊന്നുകളഞ്ഞുവല്ലോ. എങ്ങനെ വൃഥ, അനാവശ്യമായിട്ട് രാജാവിനെ കൊന്നില്ലേ നീ? ആരാണ് രാജാവ്? സർവദേവമയം, സർവദേവനാണ്. അതാണ് നമ്മൾ നേരത്തെ 2 ശ്ലോകങ്ങളിൽ കൂടിയിട്ട് കണ്ടത്. രാജാവിന്റെ ശരീരത്തിൽ എല്ലാ ദേവന്മാരും ഇരിക്കുന്നു. സർവദേവനയനായിരിക്കുന്ന രാജാവിനെ വൃഥാ നീ കൊന്നു കളഞ്ഞുവല്ലോ രാമ, നീ ചെയ്തത് മഹാപാപമായി പോയി.
അതേസമയത്ത് നമ്മൾ എങ്ങനെയിരിക്കണം? വയം ഹി ബ്രാഹ്മണസ്താദ ക്ഷമയാ അർഹണതാം ഗതാഹ യയാ ലോകഗുരുദേവ പാരമേഷ്ഠ്യമഗാത്പദം. നമ്മള് ബ്രാഹ്മണരായിട്ടുള്ളവര് അല്ലയോ ഉണ്ണി, ക്ഷമയാ അർഹണതാം ഗതഹ, ക്ഷമ കൊണ്ട് യോഗ്യതയെ പ്രാപിച്ചിട്ടുള്ളവരാണ്. യയാ യാതൊരു ക്ഷമ കൊണ്ട് തന്നെയാണ് ലോകഗുരുവായിരിക്കുന്ന ദേവൻ, ആ ബ്രഹ്മദേവൻ പാരമേഷ്ഠ്യം പദ അഗാത്, ഏറ്റവും ഉത്തമമായിരിക്കുന്ന ആ സ്ഥാനത്തെ പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ ബ്രാഹ്മണന്റെ ആ ഗുണം എന്തായിരിക്കണം? പരന്മാര് ചെയ്യുന്നതായിട്ടുള്ള അപരാധത്തെ ക്ഷമിക്കണം. ആ ക്ഷമമാണ് എന്ത് പറഞ്ഞത്? തിദിക്ഷ എന്ന് പറഞ്ഞത്. അതാണ് ബ്രാഹ്മണന് ഭൂഷണമായിരിക്കുന്നത്. വീണ്ടും അവിടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു, ക്ഷമയാ രോചതേ ലക്ഷ്മി ബ്രാഹ്മി സൗരീ യഥാപ്രഭ ക്ഷമിണാമാശു ഭഗവാൻ തുഷ്യതേ ഹരിരീശ്വര. ക്ഷമയാ രോചതേ, ക്ഷമകൊണ്ടാണ് വിളങ്ങുന്നത്, ക്ഷമ കൊണ്ടാണ് പ്രകാശിക്കുന്നത്. എന്ത്? ബ്രാഹ്മി ലക്ഷ്മി, ബ്രാഹ്മണ തേജസ് അത് വിളങ്ങുന്നത്, അത് പ്രകാശിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്ഷമ കൊണ്ട് മാത്രമാണ്. എപ്രകാരം പ്രകാശിക്കുന്നു? സൗരീ പ്രഭായത, സൂര്യപ്രഭ എന്ന പോലെ അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ക്ഷമിണാം, ഇപ്രകാരം ക്ഷമയുള്ളവരുടെ നേരെ ആശു പെട്ടെന്ന് തന്നെ ഭഗവാൻ ഹരിഹി തുഷ്യതേ, ആ ശ്രീഹരിയായിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് എന്താ വേണ്ടത്? ആ ക്ഷമയാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാണ്ട് രാജാവിനെ കൊല്ലുന്ന തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. ആ ബ്രാഹ്മണന്റെ ഗുണങ്ങൾ 10 ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ പറഞ്ഞു തരും. ശമോദമത്തപസൗജം സന്തോഷ ക്ഷാന്തിരാർജവം മദ്ഭക്തിഷ്ഠതയാ സത്യം ബ്രഹ്മ പ്രകൃതസ്വമ്യാ. ഇമാ ബ്രഹ്മപ്രകൃതി, ഇതാണ് ബ്രാഹ്മണന്റേതായിട്ടുള്ള സ്വഭാവം, പ്രകൃതി എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ പറഞ്ഞ ശമോദമമാണ്, ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം തുടങ്ങിയതായിട്ടുള്ള നിഗ്രഹങ്ങള്. പിന്നീട് തപസ് പറഞ്ഞു. ശൗചം എന്നുള്ളത് ബാഹ്യവും ആന്തരികവുമായിരിക്കുന്ന ശുചിത്വമാണ്. സന്തോഷം, ഏന കേനചിത് സന്തുഷ്ട, ഭഗവാൻ പറയും. എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ സന്തോഷം, സംതൃപ്തി ഉണ്ടാവട്ടെ. ക്ഷാന്തി, ക്ഷാന്തിയാണ് ക്ഷമ, സഹനശക്തി, തിദിക്ഷ എന്നൊക്കെ പറഞ്ഞത്. ആർജവം, എന്തൊന്ന് ചിന്തിക്കുന്നുവോ അത് തന്നെ പറയണം, എന്തൊന്ന് പറയുന്നുവോ അത് തന്നെ പ്രവർത്തിക്കണം. അതാണ് ആർജവം, രുചിത്വം എന്നർത്ഥം. പിന്നെ മദ്ഭക്തിഷ്ഠ, ഭഗവാനോട് ഭക്തി ഉണ്ടാവണം. പിന്നെ സർവഭൂത ദയ ഉണ്ടാവണം. പിന്നീട് സത്യമായിരിക്കണം. കാര്യം സത്യമാണ് ആരെ രക്ഷിക്കുന്നത്? സത്തുക്കളെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെന്നാണോ അതാണ് സത്യം എന്ന് യാസ്കൻ തൻ്റെതായിട്ടുള്ള നിരുക്തത്തിൽ അതാണ് പറഞ്ഞത്. സത്സു തായതേ എന്നാ പറഞ്ഞത്. സത്തുക്കളെ രക്ഷിക്കുന്നത്, സത്തുക്കളെ ആശ്രയിക്കുന്നത് ഏതൊന്നിനെയാണ്? തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് സത്യം. അത് ബ്രാഹ്മണന്റേതായിട്ട് പ്രത്യേക ഗുണമായിട്ട് പറഞ്ഞു. അപ്പൊ ഇവിടെ ക്ഷാന്തി പറഞ്ഞില്ലേ? ഇവിടെ ആ സഹനശക്തി ഉണ്ടാവണം. ഭഗവത്ഗീതയിലും ഇതേ ഗുണങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ശമോദമത്തപസൗജം ക്ഷാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. അത് 18-ാം അധ്യായത്തിൽ വരുമ്പോ ഭഗവാൻ പറഞ്ഞു തരും. അതുകൊണ്ട് രാമ, നീ എന്ത് വേണം? പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറഞ്ഞു. രാജ്ഞോ മൂർധാവസിക്തസ്യ വദോ ബ്രഹ്മവദാദ് ഗുരുഹു തീർത്ഥസേവയാച അംഹോജഹി അംഗ അച്യുതസേവയാ. അംഗ അല്ലയോ പൂജ്യനായിരിക്കുന്നതായിട്ടുള്ള രാമ, നീ എന്ത് വേണം? അച്യുതസേവയാ, ആ ഭഗവാനെ സേവിച്ചിട്ട്, തീർത്ഥസേവയാ, തീർത്ഥസ്ഥാനങ്ങളെല്ലാം തന്നെ സന്ദർശിച്ചിട്ട്, അംഹഹാജഹി, നിന്റെ പാപത്തെ കഴുകിക്കളഞ്ഞാലും. കാരണം എന്താണ്? മൂർധാവസിക്തസ്യ രാജ്ഞ, ആ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടതായിരിക്കുന്ന ആ രാജാവ്, ആ രാജാവിൻ്റെതായിട്ടുള്ള വധം ബ്രാഹ്മണവധത്തേക്കാൾ നിന്ദ്യമാണ്. ബ്രാഹ്മണവധത്തേൽ ഗുരു മഹാപാപമാണ്. ബ്രാഹ്മണവധം തന്നെ പാപമാണ്. അതിനേക്കാൾ എത്രയോ വലിയ പാപമാണ് ആ ക്ഷത്രിയനായിരിക്കുന്ന രാജാവിനെ വധിച്ചത്. അതുകൊണ്ട് നീ പ്രായശ്ചിത്തം ചെയ്യണം, തീർത്ഥയാത്ര നടത്തൂ, ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എന്നാണ്. അതോടുകൂടിയിട്ട് രാമൻ പിതൃവാക്യം അനുസരിച്ചിട്ട് 1 വർഷം തീർത്ഥയാത്ര നടത്തി. അതോടുകൂടിയിട്ട് ആ രാമന്റെ ആ ക്ഷാത്ര സ്വഭാവം കുറേശ്ശെ തണുത്തു. പിന്നീട് ആ രാമൻ എന്താണ്, കുറച്ചു കാലത്തേക്ക് ആത്മനിയന്ത്രണം താൽക്കാലികമായിട്ട് പാലിച്ചു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നീട് ഒരിക്കൽ അമ്മയുടേതായിട്ട് ചാരിത്രശുദ്ധിയിൽ സംശയം തോന്നിയിരിക്കുന്ന പിതാവിന്റെ ആജ്ഞയനുസരിച്ചിട്ട് അമ്മയെയും സഹോദരന്മാരെയും കൊന്നു രാമൻ. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, എന്താണ് നിനക്ക് വരം വേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം, മാതാവും സഹോദരന്മാരും ജീവിക്കണം, അവരെ ഞാൻ കൊന്നു എന്നുള്ള കാര്യം അവർ ഓർക്കരുത്, അവരത് മറന്നു പോകണം എന്ന് പറഞ്ഞു. അത്രേ ഇവിടെ അച്ഛൻ്റെതായിട്ടുള്ള ആ വാക്ക്,
ആ ആജ്ഞ അനുസരിക്കാനുള്ളതായിട്ടുള്ള കാരണം എന്താണ്? അച്ഛൻ്റെ ആ തപസ്സിദ്ധി, യോഗസിദ്ധി, അതിലുള്ളതായിട്ടുള്ള ഉറച്ചിരിക്കുന്നതായിട്ടുള്ള അഗാധമായിരിക്കുന്ന ഇളകാത്തതായിട്ടുള്ള വിശ്വാസം. അതുകൊണ്ടാണ് രാമൻ അവിടെ ആ ഒരു വധം അവിടെ ചെയ്തത്. കാർത്തവീര്യാർജുനൻ മരിച്ചു അറിഞ്ഞതായിട്ട്, കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതായിട്ട് സമയത്ത് കാർത്തവീര്യാർജുനന്റെ പുത്രന്മാര് പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തി. അവിടെ രാമനോ സഹോദരന്മാരോ ആരുമില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ജമദഗ്നിയുടെ ശിരസ് അറുത്തിട്ട് കൊണ്ടുപോയി കളഞ്ഞു എന്നാണ്. അമ്മ എവിടെ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കണോ ആ സമയത്താണ് രാമൻ അവിടെ എത്തുന്നത്. രാമൻ ഇത് കേട്ടതായിട്ട് സമയത്ത് വീണ്ടും തന്റെ ക്ഷാത്രവീര്യത്തെ ഉത്തേജിപ്പിച്ചു. എന്നിട്ട് ആ ഹേഹയത്തിലേക്ക് വീണ്ടും പോയി അർജുനന്റെ പുത്രന്മാരെയൊക്കെ തന്നെ കൊന്നുകളഞ്ഞു. കൊന്നിട്ട് അവരുടേതായിട്ടുള്ള രക്തം കൊണ്ട് ശമന്ത പഞ്ചകം എന്നുള്ളതായിട്ടുള്ള ആ തീർത്ഥം അദ്ദേഹം അവിടെ നിർമ്മിച്ചു. എന്നിട്ട് പിതാവിന്റെ ശിരസ് അവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ശരീരത്തിൽ ചേർത്തു. ഇപ്പോഴും ജമദഗ്നി മഹർഷി സപ്തഋഷി മണ്ഡലത്തിൽ ഇപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ആ കാലത്തുള്ളതായിട്ട് രാജാക്കന്മാര് അർജുനനെ പോലെയും അർജുനന്റേതായിട്ടുള്ള പുത്രന്മാരെ പോലെയും അക്രമവാസനകളോട് കൂടിയിട്ടുള്ളവരായിരുന്നു. സഹനശക്തി അവർക്ക് ലവലേശം പോലുമില്ല. ക്ഷത്രിയന്മാരുടേതായിട്ട് സ്വഭാവ ഗുണം എന്താണ് എന്ന് ഭാഗവതം പറഞ്ഞിരുന്നു. ഏകാദശ സ്കന്ധത്തിലെ 17-ാമത്തെ അധ്യായത്തില് തേജോബലം ധൃതി ശൗര്യം തിദിക്ഷ ഔദാര്യമുദ്യമ സ്ഥൈര്യം ബ്രഹ്മണ്യതൈശ്വരം ക്ഷത്രപ്രകൃതസ്വിമ ഇമാ ക്ഷത്രപ്രകൃത. ഇതാണ് ക്ഷത്രിയന്മാരുടേതായിട്ടുള്ള സ്വഭാവ ഗുണങ്ങള്. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് തേജസ് ക്ഷാത്ര തേജസ്സാണ്. തങ്ങളുടെ അകത്തിരിക്കുന്നതായിട്ടുള്ള ആ തേജസ്സാണ്, ആന്തര്യമായിട്ടുള്ള ശക്തിയാണ്. ബലം എന്നുള്ളത് ശാരീരികമായിട്ടുള്ള ബലമാണ്. അതുകൊണ്ടാണ് നമുക്ക് കർമ്മ സാമർഥ്യം ഉണ്ടാവുന്നത്. ധൃതി നിശ്ചയദാർഢ്യതയാണ്. ശൗര്യം എന്നുള്ളത് അവിടെ യുദ്ധത്തില് ഒരിക്കലും തന്നെ തിരിച്ചു വരാതെ യുദ്ധേച്ച അപലായനം എന്ന് ഭഗവത്ഗീതയിൽ പറയും. സാഹസികത, ആ സമരവീര്യം, അതിനെ കാണിക്കുന്ന വാക്കാണ് ശൗര്യം. പിന്നീട് തിദിക്ഷ, സഹനശക്തി ആർക്കും വേണം, ബ്രാഹ്മണന് മാത്രമല്ല ക്ഷത്രിയനും ഉണ്ടാവേണ്ടതാണ്. ഔദാര്യം എന്നുള്ളത് ദാനശീലമാണ്. ഉദ്യമം എന്നുള്ളത് എന്തും ചെയ്യാനുള്ളതായിട്ടുള്ള പരാക്രമത്തെ, പരിശ്രമത്തെ കാണിക്കുന്നു. സ്ഥൈര്യം എന്നുള്ളത് സ്ഥിരതയെ കാണിക്കുന്നു. ബ്രഹ്മണ്യത എന്നുള്ളത് ബ്രാഹ്മണ ഭക്തിയെ കാണിക്കുന്നു. ഐശ്വര്യം എന്നുള്ളത് ഈശ്വരഭാവം, അല്ലെങ്കിൽ ലീഡർഷിപ്പ്, നേതൃത്വ പാടവം, അതിനെ കാണിക്കുന്ന വാക്കാണ്. ഇവയാണ് ക്ഷത്രിയന്മാരുടേതായിട്ടുള്ള സ്വഭാവം. അന്നത്തെ രാജാക്കന്മാർക്ക് മറ്റെന്ത് ഗുണങ്ങൾ ഉണ്ടായിട്ടെന്താണ്? 2 പ്രത്യേകമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്താണ് 2 പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങൾ? അന്യന്മാരുടെ അപരാധം ക്ഷമിക്കുക എന്ന തിദിക്ഷ, രണ്ടാമതായിട്ട് ബ്രാഹ്മണ ഭക്തി എന്നുള്ളതായിട്ടുള്ള ബ്രഹ്മണ്യത. അപ്പൊ ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിക്കുന്നതായിരിക്കുന്ന ബ്രാഹ്മണരുടെ രക്ഷ, അതാണല്ലോ ക്ഷത്രിയൻ്റെതായിട്ടുള്ള കടമ. ഈ 2 ഗുണങ്ങളും, തിദിക്ഷയുമില്ല ബ്രാഹ്മണ ഭക്തിയുമില്ല എന്നുള്ളതായിട്ടുള്ള ഗുണങ്ങൾ മുഴുവനുമായിട്ട് നഷ്ടപ്പെട്ട അവിവേകികളായിരിക്കുന്നതായിട്ടുള്ള ക്ഷത്രിയന്മാരായിരിക്കുന്നതായിട്ടുള്ള രാജാക്കന്മാര്. അവിടെ രാജാക്കന്മാർക്ക് ധാർമ്മികമായിട്ടുള്ള മൂല്യച്യുതി വന്നു പെട്ടു. യഥാ രാജ തഥാ പ്രജ. രാജാവിന് ധാർമ്മികമായിട്ടുള്ള മൂല്യച്യുതി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രജകൾക്കും അതുതന്നെയാണല്ലോ സ്ഥിതി. അതുകൊണ്ട് സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള സുരക്ഷിതത്വം പാലിക്കേണ്ടതായിട്ട് രാജാക്കന്മാര്, അത് നടപ്പിലാക്കേണ്ടതായിട്ട് രാജാക്കന്മാര് അധാർമികതയിലേക്ക് നീങ്ങി. അതോടുകൂടിയിട്ട് രാജ്യത്തിന് മുഴുവൻ തന്നെ അഴിമതി, കൈക്കൂലി, സ്വജനപക്ഷപാതം, അക്രമ സംഭവങ്ങള്, കുഴപ്പങ്ങള്, താറുമാറായിരിക്കുന്ന ആ നീതി നിയമമായിരിക്കുന്ന വ്യവസ്ഥ, അരക്ഷിതാവസ്ഥ, ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ ഒരു സമൂഹത്തില് ജനജീവിതം വേണ്ടത് വളരെ വളരെ ദുസ്സഹമായിട്ട് തീർന്നു. അതോടുകൂടിയിട്ട് വീണ്ടും രാമൻ എന്ത് ചെയ്തു? തൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ട് ക്ഷാത്ര തേജസ്സിനെ ഉജ്ജ്വലിപ്പിച്ചു. എന്നിട്ട് അത്തരം ക്ഷത്രിയ രാജാക്കന്മാരുടെ കുലത്തെ 21 പ്രാവശ്യം കൊന്നു എന്നാണ് പറഞ്ഞത്. അതാണ് നേരത്തെ ദുഷ്ടം ക്ഷത്രം ഭുവോഭാരം അബ്രഹ്മണ്യം അനീനശത് രജസ്തമോവൃതം മഹന്ന് ഫൽഗൂന്യവികൃത അംഹസി. അവര് തുച്ഛമായിട്ടുള്ള അപരാധം ചെയ്തപ്പോഴും അവരെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് പരശുരാമൻ ചെയ്തത് കുറച്ച് കടന്ന കയ്യായി പോയില്ലേ എന്ന്. വലിയ വലിയ പാപങ്ങളൊക്കെ ചെയ്തു, അവരെയൊക്കെ കൊന്നത് നമുക്ക് മനസ്സിലായി. തുച്ഛമായ അപരാധം ചെയ്തപ്പോഴും അവരെ കൊന്നു എന്ന് പറഞ്ഞപ്പോ പരശുരാമൻ അത്ര അങ്ങോട്ട് വേണ്ടിയിരുന്നുവോ?
അതൊരു കടന്ന കയ്യായി പോയില്ലേ തോന്നും. നമ്മൾക്ക് മാത്രമല്ല, പരശുരാമന്റെ ഒരു ഉത്തമ ശിഷ്യനുണ്ടായിരുന്നു ഭീഷ്മര്. ഭീഷ്മർക്കും തോന്നിയിരിക്കുന്നു ഇതേ ഒരിത്. പക്ഷേ തന്റെ ഗുരുവാണല്ലോ എന്ന് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ ഭീഷ്മർക്ക് അത് ഒരിക്കലും തുറന്നു പറയേണ്ടി വന്നു. എപ്പോഴാണത്? ഭീഷ്മര് തന്റെ അനുജന് വധുക്കളായിട്ട് കാശി രാജാവിൻ്റെതായിട്ടുള്ള 3 പുത്രിമാരെ ബലാത്കാരമായിട്ട് കൊണ്ടുവന്നു. അംബ, അംബിക, അംബാലിക. കഥയൊക്കെ നമുക്കറിയാം. അംബ എന്ത് പറഞ്ഞു? സാൽവന്റേതായിട്ടുള്ള ആ ഒരു കാമുകിയാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ അവനെയെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് ഭീഷ്മരുടെ ധർമ്മനിഷ്ഠ നോക്കൂ. അകമ്പടിയോട് കൂടിയിട്ട് അവളെ സാൽവന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അതാണ് ഭീഷ്മരുടെ ധർമ്മം. പക്ഷേ സാൽവൻ അവളെ സ്വീകരിച്ചില്ല. അവള് തിരിച്ചു വന്നു. തന്റെ വിധി ഓർത്തിട്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവളെ കണ്ടിട്ട് അവളുടെ മുത്തച്ഛൻ ഹോതൃവാഹനൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞു, നീ ദുഃഖിക്കണ്ട കുട്ടി, ഭീഷ്മരെ കൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് പറഞ്ഞു അത്രേ. എന്താ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം? ഭീഷ്മര് പരശുരാമന്റെ ശിഷ്യനാണ്. പരശുരാമനാകട്ടെ ഈ ഹോതൃവാഹനന്റെ അടുത്ത സുഹൃത്തുമാണ്. അതുകൊണ്ട് ആ ഗുരുവിലെ കൂടിയിട്ട് ശിഷ്യന് ആജ്ഞ കൊടുക്കാം, തീർച്ചയായിട്ടും അവൻ എന്നെ വിവാഹം കഴിച്ചിരിക്കും എന്ന് പറഞ്ഞു അത്രേ. ഉടനെ തന്നെ പരശുരാമൻ ഉടൻ തന്നെ ഭീഷ്മരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അംബയെ നീ വിവാഹം കഴിക്കണമെന്ന്. ഭീഷ്മരാകട്ടെ എന്താണ്? നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ആ ബ്രഹ്മചര്യ വ്രതം എന്നുള്ളത് സ്വീകരിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ഗുരുവിൻ്റെതായിട്ടുള്ള വാക്കുകൾ ഇപ്രകാരം കേട്ടതായിട്ട് സമയത്ത് അദ്ദേഹം ഒന്ന് ആലോചിച്ചു. ഗുരു, ധർമ്മം, ഇതിൽ രണ്ടിലും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ് എന്ന് അദ്ദേഹം ആലോചിച്ചു. ഗുരു തീർച്ചയായിട്ടും ശ്രേഷ്ഠൻ തന്നെയാണ്, ഇല്ല എന്ന് പറഞ്ഞില്ല അല്ലേ? മാതാപിതാ ഗുരു ദൈവം, ദൈവത്തെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നത് ഗുരു തന്നെയാണ്. പക്ഷേ ധർമ്മം എന്ന് പറഞ്ഞതായിട്ട് ധർമ്മസ്വരൂപിയായിരിക്കണം ഗുരു എന്നുള്ളതുണ്ട്. അധർമ്മത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഗുരുവിനെ പരിത്യജിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശാസ്ത്രം പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഭീഷ്മര് തീരുമാനിച്ചു, ഞാൻ എൻ്റെ ബ്രഹ്മചര്യനിഷ്ഠ എന്നുള്ളത് ഒരിക്കലും തന്നെ ഞാൻ ത്യജിക്കില്ല. ഞാൻ ആ ബ്രഹ്മചര്യനിഷ്ഠയിൽ തന്നെ ഉറച്ചിരിക്കും. അതുകൊണ്ട് അംബയെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു അത്രേ. അപ്പോഴാണ് പരശുരാമൻ പറഞ്ഞത്, എന്നാൽ എന്നോട് യുദ്ധത്തിനൊരുങ്ങൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല. എന്നോട് ചോദിച്ചു, ക്ഷത്രിയ കുലത്തെ മുഴുവൻ തന്നെ മുടിച്ചവനാണ് ഞാൻ എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു അത്രേ. ആദ്യമായിട്ട് ക്ഷത്രിയ കുലത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു എന്നത് തന്നെ തെറ്റാണ്. ആരുടെ അഭിപ്രായത്തില്? ഭീഷ്മരുടേതായിട്ടുള്ള അഭിപ്രായത്തില്. രണ്ടാമത് ഇവിടെ അത് ഗർവത്തോട് കൂടിയിട്ട് ഒരു ദുരഭിമാനത്തോട് കൂടിയിട്ട് തുറന്നു പറഞ്ഞില്ലേ? ഭീഷ്മർക്ക് സഹിച്ചില്ല. ഭീഷ്മർ അവിടെ തുറന്നു പറഞ്ഞു ഗുരുവിനെതിരായിട്ട് തന്റെ അഭിപ്രായം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഭീഷ്മര് ജനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അത്രേ. ഭീഷ്മര് ജനിച്ചിരുന്നുവെങ്കിൽ ഇത് ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്നല്ലേ അർത്ഥം. അവിടെയാണ് തുറന്നു പറഞ്ഞത്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, രാജ്യത്തില് സമൂഹത്തില് അസ്വാസ്ഥ്യം പരക്കുന്നതായിട്ട് സമയത്ത്, സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആ നിയമവ്യവസ്ഥകളൊക്കെ തന്നെ കാറ്റിൽ പറത്തിയിട്ട് യാതൊരു ഭരണവും ഇല്ലാതിരിക്കുന്നതായിട്ട് സമയത്ത് ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? നമ്മൾ ചിന്തിച്ചു നോക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹിക സ്ഥിതി നോക്കുന്നതായിട്ട് സമയത്ത് നമുക്ക് തോന്നും പരശുരാമാവതാരം ഇപ്പോഴാണ് വരേണ്ടത് എന്ന്. കാരണം അത്രത്തോളം പ്രജകളെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള ഭരണ സംവിധാനമല്ലേ ഇപ്പോഴുള്ളത്. പരവശപ്പെടുത്തുന്നില്ലേ നമ്മളെയൊക്കെ, വ്യാകുലപ്പെടുത്തുന്നില്ലേ? അങ്ങനെയുള്ളതായിട്ട് സ്ഥിതി വിശേഷം ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോ പരശുരാമാവതാരം ഇപ്പോഴാണ് വരേണ്ടത്. ഇനി യാഥാർത്ഥ്യം എന്താണ് നമുക്ക് ചിന്തിച്ചു നോക്കാം. പരശുരാമൻ എന്താണ്? അവതാരമാണ്. എന്തിനാണ് അവതാരം? ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അല്ലയോ അർജുന, ഞാൻ അവതരിക്കുന്നത് 3 ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. 1 സത്തുക്കളെ രക്ഷിക്കുക, 2 ദുഷ്കൃതന്മാരെ ഇല്ലാതാക്കുക, 3ാമതായിട്ട് ധർമ്മത്തെ സ്ഥാപിക്കുക. ഈ 3 ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാൻ അവതരിക്കുന്നത്. അതാണല്ലോ പരശുരാമൻ ഇവിടെ ചെയ്തത്. ആ ഭഗവാൻ ആരാണ്? സർവജ്ഞനാണ്, സർവശക്തനാണ്, സൃഷ്ടിസ്ഥിതി ലയങ്ങളെ എല്ലാം തന്നെ നോക്കി നടത്തുന്നവനാണ്, അതിൻ്റെയൊക്കെ തന്നെ കർത്താവാണ്.
അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാന്റേതായിട്ടുള്ള പ്രവൃത്തി ആർക്കാണ് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക? നമ്മൾ അല്പജ്ഞന്മാരാണ്, അല്പശക്തന്മാരാണ്. അങ്ങനെയുള്ളതായിട്ട് നമുക്ക് സർവജ്ഞനായിരിക്കുന്ന ഭഗവാന്റേതായിട്ടുള്ള പ്രവൃത്തി എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക? ആ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇന്നത് ചെയ്യണം, ഇന്ന സമയത്ത് ചെയ്യണം, ഇപ്രകാരം ചെയ്യണം എന്ന് പറയാൻ നമുക്കെന്താ അധികാരമുള്ളത്? ചിന്തിച്ചു നോക്കണം നമ്മൾ. അതേസമയത്തോ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, എപ്രകാരം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. കാരണം അദ്ദേഹം സർവജ്ഞൻ, സർവശക്തൻ. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിൽ ഒരു സ്ഥലത്ത് ചോദിക്കുന്നു, ഈശ്വരസ്യ ഈഹിതം ഊഹിതം കഹാ വിഭുഹു. ആ ഈശ്വരൻ്റെതായിട്ടുള്ള ഈഹിതം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളും പ്രവൃത്തിയുമൊക്കെ ഊഹിതം ഊഹിക്കുവാൻ കഹാ വിഭുഹു, ആർക്കാണ് സാമർഥ്യമുള്ളത് ചോദിച്ചു. പക്ഷെ ഒരു കാര്യം മാത്രം തീർച്ചയായിട്ടും നമുക്കറിയാം. പഞ്ചമസ്കന്ധത്തിലൊരു ശ്ലോകം പറയണു, 38-ാമത്തെ അധ്യായത്തില് ഈ 10-ാമത്തെ ശ്ലോകത്തിൽ പറയണു, ന പുരുകൃപയാ സംശുദ്ധം സത്വമൂർത്തിം ഭവാര. ആ ഭഗവാൻ എന്ത് ചെയ്യുന്നു? നഹാ പുരുകൃപയ, നമ്മളോടുള്ളതായിട്ടുള്ള അത്യധികമുള്ളതായിട്ടുള്ള ആ കൃപ കൊണ്ട് എന്ത് ചെയ്യുന്നു? സാത്വികമായിട്ടുള്ള ആ അംശത്തെ സ്വീകരിച്ചുകൊണ്ട് അവതരിക്കുന്നു. എന്നിട്ടോ സ്വജനമനാംസി ആധാതും, തന്റെ ഭക്തന്മാരുടെ മനസ്സിനെ വശീകരിക്കുന്നു. എങ്ങനെയാണ് വശീകരിക്കുന്നത്? അനവദ്യാം ലീല ആദത്തേ. കണ്ടോ, അനവദ്യാം, ഒട്ടും കുറവില്ലാത്തതായിരിക്കുന്നതായിട്ടുള്ള, ഏറ്റവും എന്താണ് അനുയോജ്യമായിരിക്കുന്നതായിട്ടുള്ള ലീലകളെ ആടിക്കൊണ്ടാണ്. സ്വന്തം ഭക്തന്മാരുടെ മനസ്സുകളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ദോഷമില്ലാത്തതായിട്ടുള്ള ലീലയെ സ്വീകരിച്ചു. അതുകൊണ്ട് ചോദിച്ചു അവിടെ, തസ്യ വർമ്മ കഥം വേദ, ആ ഭഗവാന്റേതായിട്ടുള്ള മാർഗമുണ്ടല്ലോ, അതിനെ ആർക്കാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുക? അപ്പൊ ഭഗവാന്റേതായിട്ടുള്ള ആ അവതാരങ്ങള്, ലീലകളൊക്കെ നമ്മൾ എങ്ങനെയാണ് താത്വികമായിട്ട് വേണം അറിയാൻ വേണ്ടിയിട്ട്. അതാ മനസ്സിലാക്കേണ്ടത്. ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേട്ടി തത്വതഃ, താത്വികമായിട്ട് അറിയൂ എന്നാ പറഞ്ഞത്. അല്ലാണ്ട് കൃഷ്ണൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ജനിച്ചു, കുറെ അസുരന്മാരെ കൊന്നു, അത് കഴിഞ്ഞിട്ട് അവസാനം എന്താണ് ഒരു യാദവന്റേതായിട്ടുള്ള അസ്ത്രം കണ്ട് ആ ശരീരം ഉപേക്ഷിച്ചു എന്ന് മനസ്സിലാക്കിയ പോരാ. അതിനൊക്കെ തത്വങ്ങളുണ്ട്, താത്വികമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് താത്വികമായിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുക? അത് നിരന്തരമായിട്ടുള്ള ശാസ്ത്ര പഠനം കൊണ്ടാണ്, അഭ്യാസം കൊണ്ടാണ്, ആവർത്തനം കൊണ്ടാണ്. എന്തും തന്നെ നമുക്കെന്താണ് സൂക്ഷ്മബുദ്ധി ഉണ്ടെങ്കിലേ അതിന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. സൂക്ഷ്മബുദ്ധി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നിരന്തരമായിട്ട് സമ്പർക്കം കൊണ്ടാണ്, അഭ്യാസം കൊണ്ടാണ്, ആവർത്തനം കൊണ്ടാണ്. അതുകൊണ്ടാണ് 5 കൊല്ലം ഒരു കുട്ടി മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം കേട്ട് പഠിച്ച് അഭ്യസിച്ചിട്ട് അവൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവന് രോഗത്തെക്കുറിച്ചിട്ടും അതിന്റെ പ്രതിവിധിയെക്കുറിച്ചിട്ടും അവൻ അറിയാം. കാരണം അവന് അതില് ഒരു സൂക്ഷ്മബുദ്ധിയുണ്ട്. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്? 5 കൊല്ലം ഇതിന് പകരമായിട്ട് ലോ കോളേജിലാണ് അവൻ പഠിച്ചതെങ്കിൽ അവന് നിയമങ്ങളെ കുറിച്ചുള്ള സൂക്ഷ്മബുദ്ധി ഉണ്ടാകുന്നു. എന്തിനാ അധികം പറയണത്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിൽ അവർക്കൊരു സൂക്ഷ്മബുദ്ധിയുണ്ട്, ഇല്ലേ? 4 അടുപ്പിൽ വെച്ചിട്ട് 4 എണ്ണം തിളയ്ക്കുന്നുണ്ടാവും, അവർക്കൊരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് ഞാനാണെന്നുണ്ടെങ്കിൽ അടുപ്പിൽ പാല് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് പൊങ്ങുന്നത് വരെ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്കതിൽ സൂക്ഷ്മബുദ്ധിയില്ല. നേരെ മറിച്ചിട്ട് ആ കുറെ കാലം അതിൽ അഭ്യസിച്ചിട്ട് അതിലൊരു സൂക്ഷ്മബുദ്ധി കൈവരുന്നു. അതിനാണ് സൂക്ഷ്മബുദ്ധി. ആ സൂക്ഷ്മബുദ്ധി എങ്ങനെ ഉണ്ടാവുന്നു? ശാസ്ത്ര പഠനം കൊണ്ടാണ്, ശാസ്ത്ര അഭ്യാസം കൊണ്ടാണ്. വേദോ നിത്യം അധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം, അതിന്റെ പ്രാധാന്യം അവിടെയാണ്. അതോടുകൂടിയിട്ട് സൂക്ഷ്മബുദ്ധി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ആ ലീലകളെ കുറിച്ചിട്ട് സൂക്ഷ്മമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അപ്പോഴേ ഭഗവാൻ അത് ചെയ്തത് നന്നായി, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉണ്ടോ. അപ്പൊ ആ രാമൻ അവിടെ എന്തുണ്ട്? ശരിക്ക് ആ ക്ഷാത്രവീര്യത്തെയാണ് കാണിച്ചത്. തന്റെ ഉള്ളില് ബ്രാഹ്മ തേജസ് ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയിട്ട് അതിനെ പുറത്ത് കാണിക്കാതെ എന്തിനാ കാണിച്ചത്? ക്ഷാത്ര തേജസ്സിനെയാണ് കാണിച്ചത് എന്നാണ്. ആ രാമൻ തെരുവിലെ കൂടി നടന്നു പോകുന്നതായിട്ട് സമയത്ത് അവന്റെ പൗരുഷം കണ്ടിട്ട് സ്ത്രീകൾ വിചാരിക്കുമായിരുന്നു അത്രേ, അവനെപ്പോലെ ഒരു പുത്രൻ ഞങ്ങൾക്കുണ്ടാകണം എന്നുള്ളത്. വള്ളത്തോൾ മഹാകവി അദ്ദേഹം പരശുരാമനെ കുറിച്ചിട്ട് ആ ഒരു കവിത എഴുതിയിട്ടുണ്ട്, ശിഷ്യനും മകനും എന്നുള്ളതായിട്ടുള്ള ഒരു കവിത. വായിച്ചിട്ടുണ്ടാവും പലരും. അതില് രാമൻ ശിവനെ കാണാൻ വേണ്ടിയിട്ട് കൈലാസത്തിലേക്ക് നടന്നു പോകുന്നതായിട്ടുള്ള
ആ ഒരു രംഗം വിവരിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, സുമഹിത മുനിവേഷനാമവന്തൻ ഭ്രമരവൃതാംബുജരമ്യമാം മുഖത്തിൽ വിമലതയോട് ഉദിച്ചിരുന്നതേറെ ശമഗുണമല്ലൊരു വീരലക്ഷ്മിയത്രേ. മഹത്താണ് മുനിമാരുടേതായിട്ടുള്ള വേഷം. സുമഹിതം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള അവൻ്റെതായിട്ടുള്ള വേഷം, അവൻ്റെതായിട്ട് രമ്യമായിരിക്കുന്ന മനോഹരമായിരിക്കുന്നതായിട്ടുള്ള മുഖം, അവിടെ പരിശുദ്ധം ആയിരിക്കുന്നതായിട്ടുള്ള ആ മുഖത്തില് ഉദിച്ചത്, പ്രകാശിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ശമം ദമം തുടങ്ങിയതായിട്ടുള്ള ബ്രാഹ്മണ ഗുണങ്ങളൊന്നുമല്ല, നേരെ മറിച്ച് ക്ഷാത്രഗുണമായിരിക്കുന്ന വീര്യലക്ഷ്മിയത്രേ എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ. മാത്രമല്ല അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു, വരജട വിവിധക്ഷമാലമാന്തോൽ മരവുരി സർവശരീരഭസ്മലേപം പരമിതുകളിൽ ഒന്നിലും മറഞ്ഞില്ല ഒരു പെരുമായുവ താപസന്റെ ദർപ്പം. ശ്രേഷ്ഠമായിട്ട് ജട ധരിച്ചിരിക്കണു, പലതരത്തിലായിട്ടുള്ള മാലകള്, രുദ്രാക്ഷ മാലകള് തുടങ്ങിയ മാലകളൊക്കെ ധരിച്ചിരിക്കണു. പിന്നീടോ മാന്തോൽ കൊണ്ട് പുതച്ചിരിക്കണോ, മരവരി ഉടുത്തിരിക്കണോ, ശരീരമാഗമനം ഭസ്മം ലേപനം ചെയ്തിരിക്കണോ. പക്ഷേ ഇതിലൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ആ ക്ഷാത്ര തേജസ് മറഞ്ഞു പോയില്ല. ഒരു വെറുമായുവ താപസന്റെ ദർപ്പം. കാണുമ്പോ അവൻ താപസനാണ്, പക്ഷെ ഉള്ളിൽ മുഴുവൻ എന്താണ്? ആ ക്ഷാത്ര അഭിമാനം. അതാണ് കാണിച്ചിരുന്നത്. ഓരോ കാൽവെപ്പിലും ആ ക്ഷാത്രഗർവം നമുക്ക് തെളിഞ്ഞു കാണാമായിരുന്നു. അപ്പോ തൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണ തേജസ് അതിനെ മറച്ചു പിടിച്ചിട്ട് ആ ക്ഷാത്ര തേജസ്സിനെ നന്നായിട്ട് അദ്ദേഹം പ്രകടിപ്പിച്ചുവെങ്കിൽ അതിനൊരേ ഒരു കാരണമേ പറയാനുള്ളൂ. എന്ത്? അന്നത്തെ രാജാക്കന്മാരുടെ രജസ് കൊണ്ടും തമസ് കൊണ്ടും ആവരണം ചെയ്യപ്പെട്ടതായിട്ടുള്ള, ആവേശിക്കപ്പെട്ടതായിരിക്കുന്നതായിട്ടുള്ള, അധർമ്മമായിരിക്കുന്നതായിട്ടുള്ള സ്വഭാവം ഉണ്ടോ. അപ്പൊ ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇത് പരശുരാമന്റെ കഥയാണ്. പരശുരാമന്റെ കഥ കേട്ടു എന്നൊരു കാര്യമില്ലോ. നമ്മളതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആധ്യാത്മികമായിട്ടുള്ള പാതയിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഓരോ സാധകനും ഇതിൽ നിന്നും വലിയൊരു പാഠം പഠിക്കേണ്ടിയിരിക്കണം. കാരണം നമ്മുടെയൊക്കെ ഒരേ ഒരു ശത്രു, അല്ലെങ്കിൽ ഏറ്റവും വലിയതായിട്ടുള്ള ശത്രു എന്താണ്? അത് രജോഗുണമാണ്. ആ രജോഗുണം എന്തുകൊണ്ടുണ്ടാവുന്നു? തമോ ഗുണം കൊണ്ട്. തമസ് ആവരണമാണ്. ആവൃതേഹേ ബലാത് വിക്ഷേപശക്തി. ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞു തരും. എപ്പോഴാണോ നമ്മുടെ സ്വരൂപം ആവരണം ചെയ്യപ്പെട്ടത്, മറയ്ക്കപ്പെട്ടത്, അതോടുകൂടിയിട്ട് അതിൽ വിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ അല്ലാത്ത മറ്റ് പലതും ഞാനാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയാകുന്നു. അതാണ് വിക്ഷേപം. അതോടുകൂടിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. വാസ്തവത്തിൽ എൻ്റെ രൂപം അറിയാതെയാണ്, ഞാൻ ആരാണ് എന്നറിയാതെയാണ് നമ്മൾ വർത്തമാനം പറയുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചിന്തിക്കുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാടില്ല എന്ന് നോക്കൂ. ഈ രജോഗണം വന്നു കഴിഞ്ഞാൽ എന്താ ഒരു പ്രശ്നം നോക്കൂ. മനസ്സിൽ ക്ഷോഭമുണ്ടാക്കുന്നു, ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു. ആഗ്രഹം എന്ന് പറഞ്ഞാൽ പോരാ, അത്യാഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു. കോപം വരുന്നു, അസൂയ തോന്നുന്നു, ദ്വേഷമുണ്ടാകുന്നു, സഹനശക്തി ഇല്ലാതെയായിട്ട് തീരണു, അധികാര തൃഷ്ണതയുണ്ടാവുന്നു, അക്രമ വാസനകൾ ഉണ്ടാവുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ അവസാനമില്ല. അങ്ങനെ എന്തൊക്കെയാ കഷ്ടപ്പാടുകൾ നോക്കൂ. ഈ രജോഗുണത്തിന്റെ ചെറിയതായിട്ടൊരു തരിമതി മനസ്സിനെ ഇപ്രകാരം മലിനമാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിച്ചാൽ പോരാ, നിഗ്രഹിക്കുക തന്നെ വേണം. ഉന്മൂലനാശം വരുത്തണം. ആ ഉന്മൂലനാശം വരുത്തണം എന്നാണ് പരശുരാമൻ നമുക്ക് കാണിച്ചു തന്നത്. ക്ഷത്രിയന്മാരെ ഉന്മൂലനാശം വരുത്തി എന്ന് പറഞ്ഞപ്പോൾ, ക്ഷാത്രബീജം ഇല്ലാതാക്കി തീർത്തു എന്ന് പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലാണ് പരശുരാമൻ അവതരിക്കേണ്ടിയിരിക്കുന്നത്. ആ രജോഗുണം കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ആ വിക്ഷേപങ്ങളെ ഉന്മൂലനാശനം വരുത്തണം എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ആ വാസനകൾ പോലും അവിടെ ഉണ്ടാവരുത്. അതിനെ മുഴുവൻ തന്നെ ഇല്ലാതാക്കണം. അതാണ് പരശുരാമൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ പരശുരാമാവതാരം സംഭവിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. അന്ധക്കരണത്തിലുള്ളതായിട്ടുള്ള ദോഷങ്ങൾ ലവലേശം ബാക്കിയില്ലാതെ ഉന്മൂലനാശനം ചെയ്യപ്പെടുന്നതായിട്ട് സമയത്ത് നമ്മുടെ മനഃശക്തി വർദ്ധിക്കുന്നു, മാത്രമല്ല കർമ്മശേഷി വർദ്ധിക്കുന്നു. ഇപ്രകാരമുള്ള ചേർച്ചയാണ് ഒരു സാധകന് വേണ്ടിയിരിക്കുന്നത്. മനഃശക്തിയും കർമ്മകുശലതയും, ഈ രണ്ടെണ്ണം നമ്മൾ മറന്നുപോകരുത്. മനഃശക്തിയും കർമ്മകുശലതയും. ഇതാണ് സഞ്ജയൻ
ഗീതോപദേശത്തിന്റെ അവസാന ശ്ലോകത്തിൽ എഴുതി ചേർത്തത് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതിഹി ധ്രുവോ നേതിർമതിർമമഃ. സഞ്ജയൻ ഈ അവസാനത്തെ ശ്ലോകത്തില് ഭഗവത്ഗീതയുടെ സാരം മുഴുവൻ തന്നെ എഴുതി ചേർത്തു. എവിടെ യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണനുണ്ടോ, യോഗേശ്വരൻ യോഗത്തിന് മുഴുവൻ തന്നെ നിയന്ത്രിക്കുന്നവൻ, യോഗം എവിടുന്നാ ഉണ്ടായത്? കൃഷ്ണനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് യോഗം? ഭഗവാൻ തന്നെ ഗീതയിലെ 3 നിർവചനങ്ങൾ പറഞ്ഞു തരുന്നു. സമത്വം യോഗ ഉച്യതേ, മനസ്സിന്റെ സമനിലയാണ് യോഗം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് യോഗ കർമ്മസു കൗശലം, മനസ്സിന്റെ സമനില നിലനിർത്തിക്കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ആ കർമ്മം സഫലതയിലേക്ക് നയിക്കുന്നു. നമ്മുടെ കർമ്മം സഫലമാവുന്നില്ല പലപ്പോഴും. ഭഗവാന്റെ കർമ്മം എപ്പോഴും സഫലമാണ്. എന്താ കാരണം? ഭഗവാൻ എപ്പോഴും യോഗാരൂഢനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യോഗം എന്നുള്ളത് അപ്രാപ്യമാണ്. എന്താ യോഗം? മനസ്സിന്റെ സമനില. ഈ മനസ്സിന്റെ സമനില എല്ലാവരുടെ അടുത്തുമുള്ളതായിരിക്കുന്ന ഏറ്റവും ഉത്തമമായിരിക്കുന്ന അമൂല്യമായിരിക്കുന്നതായിട്ട് സമ്പത്താണ്. ആ അമൂല്യമായിരിക്കുന്ന സമ്പത്തിനെയാണ് നമ്മുടെ അനാവശ്യ കാരണങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയുന്നത്. നമ്മുടെ പെരുമാറ്റം നമ്മൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത 2 വാക്കുകൾ പറയുമ്പോഴേക്ക് നമ്മൾ മനസ്സ് ക്ഷോഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്തോ പറഞ്ഞോട്ടെ, അതുകൊണ്ട് എൻ്റെ മനസ്സ് എന്തിന് ക്ഷോഭിക്കണം എന്ന് ചോദിക്കാനുള്ളതായിട്ടുള്ള ആ ധൈര്യം, ധീരത നമുക്കില്ലാതെയായി പോയി. ഓർത്തു നോക്കണം നമ്മൾ. അതാണ് യോഗ കർമ്മസു കൗശലം. സമനിലയെ നിലനിർത്തൂ, അതോടുകൂടിയിട്ട് കർമ്മങ്ങളെ ചെയ്യൂ. തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ സമനില നിലനിർത്താൻ വേണ്ടി ഭഗവാൻ സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായ യുജ്യസ്വ. കണ്ടോ, തീരുമാനിക്കുമ്പോൾ തന്നെ എന്ത് വേണം? സമനില നിലനിർത്തിക്കൊണ്ട് വേണം അതിന് വിമർശനം ചെയ്തിട്ട് തീരുമാനമെടുക്കാൻ. ആ തീരുമാനമാണ് ശരിയായിട്ടുള്ള തീരുമാനം. അത് കർമ്മത്തിൽ വരുമ്പോൾ കർമ്മ സാഫല്യം ഉണ്ടാവുന്നു. അതാണ് കർമ്മകുശലത. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞു വന്നത് ദുഃഖ സംയോഗ വിയോഗം. ദുഃഖവുമായിട്ട് ഇപ്പൊ ചേർന്നിരിക്കണോ, അതിൽ നിന്നും അതിനെ വിയോജിപ്പിക്കണം. അതാണ് വേണ്ടിയിരിക്കുന്നത്. എന്താണ് ദുഃഖം ഉണ്ടാവാനായിട്ടുള്ള കാരണം? അത് നമ്മുടെ മനസ്സിന്റെ സമനിലയെ അല്ലേ ബാധിക്കുന്നത്. എന്തുകൊണ്ടാ ദുഃഖം ഉണ്ടാവുന്നത്? ഇഷ്ടവസ്തു കിട്ടാതിരിക്കുമ്പോ, അനിഷ്ടവസ്തു കിട്ടുമ്പോ. സുഖം എന്താണ്? ഇഷ്ടവസ്തുവിന്റെ പ്രാപ്തിയാണ് സുഖം. ഇഷ്ടാനിഷ്ടങ്ങൾ ആരുടേതാണ്? നമ്മുടേതാണ് ഇഷ്ടാനിഷ്ടങ്ങൾ. അവനവൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഇഷ്ടാനിഷ്ടങ്ങൾ. അതിന് വേറെ ആർക്കും യാതൊരു പങ്കുമില്ല. അപ്പൊ അതിനെ നിയന്ത്രിക്കേണ്ടത് ഏതാണ്? അവനവൻ തന്നെയാണ്. ഇഷ്ടാനിഷ്ടങ്ങളില്ല എന്നുണ്ടെങ്കിൽ മനസ്സ് സമനിലയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതായിട്ട് സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. മരുന്ന് കഴിക്കാറുണ്ട് നമ്മൾ അസുഖം വരുമ്പോ. ചിലപ്പോൾ സിറപ്പായിരിക്കും, നല്ല മധുരമായിട്ടുള്ള സിറപ്പ്. അതെനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് കുപ്പി മുഴുവൻ നിങ്ങൾ കുടിക്കുകയോ? ഇനി അതിന് ഒരു കഷായമാണ് എന്ന് വിചാരിക്കുക. തിക്തകം, നല്ല കയ്പുള്ളതായിട്ടുള്ള കഷായമാണ്. അതെനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിക്കില്ല എന്ന് പറയോ? ഇല്ല. അവിടെ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിവെച്ചിട്ട് നമ്മൾ ആ മരുന്ന് കഴിക്കുന്നു. അതിന്റെ ഫലം നമുക്ക് നേടാനും സാധിക്കുന്നു. ആണോ അല്ലയോ എന്ന് ഓർക്കണം. എന്താ വേണ്ടത്? ആ ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ ആ മരുന്ന് സേവിച്ചതുപോലെ എല്ലാ അനുഭവങ്ങളിലും നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റി നിർത്തണം. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്വരെന്ന് ഭഗവാൻ പറഞ്ഞു തരും. രാഗദ്വേഷങ്ങളില്ലാണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളില്ലാണ്ട് വിഷയങ്ങളെ അനുഭവിച്ചോളൂ. അവ നിങ്ങളെ ഉപദ്രവിക്കില്ല. ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സ് ക്ഷോഭിക്കും. അതാണ് അവിടെ പറഞ്ഞു തരുന്നത്. ആ യോഗത്തെ, ആ 3 നിർവചനങ്ങളും ശ്രീകൃഷ്ണനിൽ ചേരും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ യോഗേശ്വരൻ എന്ന് പറഞ്ഞത്. അതിന്റെ കൂടെ എന്ത് വേണം? യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണന്റെ കൂടെ വില്ലേന്തിയിരിക്കുന്ന പാർത്ഥൻ. വില്ലേന്തിയിരിക്കുന്ന പാർത്ഥൻ എന്തിനാ കാണിക്കുന്നത്? കർമ്മത്തിലുള്ളതായിട്ടുള്ള ആ ഔത്സുക്യത്തെയാണ് കാണിക്കുന്നത്. 1-ാം അധ്യായത്തില് വില്ല് വലിച്ചെറിഞ്ഞു അർജുനൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ കർമ്മം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇവിടെ അർജുനൻ അത് ധരിച്ചിരിക്കണു, ഞാൻ കർമ്മം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത്. കണ്ടോ, ഇത് 2 എണ്ണം. അതാണ് കർമ്മശേഷി എന്ന് പറഞ്ഞത്. യോഗേശ്വരനായ കൃഷ്ണന്റെ മനോഭാവം എന്താണ്? മനസ്സിൻ്റെതായിട്ടുള്ള സമനിലയാണ്. അപ്പൊ അന്ധക്കരണം സമതത്വത്തിൽ ഉറച്ചിരിക്കണം. ശരീരമാകട്ടെ കർമ്മ ഔത്സുക്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കണം. അവിടെ എന്തുണ്ടാവും? ഉറച്ചിരിക്കുന്നതായിട്ടുള്ള നീതി. അതാണ് ധ്രുവോ നീതി ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഉറച്ച നീതി എവിടെയുണ്ടോ, ആ നീതി നിയമ വ്യവസ്ഥകൾ എവിടെ പാലിക്കപ്പെടുന്നുവോ അവിടെയാണ് ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവുന്നത്.
എവിടെയാണോ ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവുന്നത് അവിടെയാണ് വിജയം, അവിടെയാണ് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നത്. ഇപ്രകാരമുള്ളതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് പരശുരാമൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ പരശുരാമൻ നമ്മുടെ റോൾ മോഡലാണ്. എന്താ വേണ്ടത്? പരശുരാമനെ പോലെ മനസ്സ് സമമായിരിക്കണം. അതേ സമയത്തോ ആക്റ്റീവ് റെസിസ്റ്റൻസ് അഗൻസ്റ്റ് ഈവിൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധർമ്മം കാണുന്നതായിട്ട് സമയത്ത് അതിനെതിരായിട്ട് നമുക്ക് പ്രതിബദ്ധതയോട് കൂടിയിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. മനസ്സുകൊണ്ട് ബ്രാഹ്മണര്, ശരീരം കൊണ്ട് ക്ഷത്രിയന്മാര്. മനഃശാന്തി വിടാതെ ധർമ്മം നിലനിർത്താനുള്ളതായിട്ടുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടത്. നമ്മുടെ വ്യക്തിത്വം ഇപ്രകാരമാവണം, ഇപ്രകാരം വേണം നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്തരം വ്യക്തികൾ ഉൾക്കൊള്ളുന്നതായിട്ട് സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രം അത് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പോകും. അപ്രകാരം ഒരു ഭാവി കാലവിളംബമില്ലാതെ നമുക്ക് കൈവരുമാറാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക്. ഇത്രയും നേരം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഈ ഒരു പ്രവൃത്തിയെ എൻ്റെ ഗുരുദേവന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.